പാസ്റ്റർ വെൽക്കം. പാസ്റ്റർ ഹസനിൽ നിന്നാണല്ലേ? ഹല്ലേലൂയ. പാസ്റ്ററിനെ എന്നെ പരിചയപ്പെടുത്തി ആരെന്നറിയാമോ? എന്നെ പരിചയപ്പെടുത്തിയ ഫ്രാൻസിസ് അങ്കിളാണ്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ ഞാനത് പരിശുദ്ധാത്മാ പറഞ്ഞു ബുക്ക് ചെയ്യടാ ഇപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബുക്ക് ചെയ്ത്. ഹല്ലേലൂയ. പക്ഷേ ഒത്തിരി പേരെ എഴുന്നേൽപ്പിച്ച ആളാണ്. മരിച്ചവരെ പോലും എഴുന്നേൽപ്പിച്ച ആളാണ്. സ്വർഗത്തിന് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക എന്ന് വെച്ചാൽ നോർമൽ ഒരു ചായ കുടിക്കുന്ന പോലെയാണ്. നമുക്കത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാണ്. സ്വർഗത്തിന് ഈ മരിച്ച ആൾ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൂ പറിക്കുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇന്ന് പകലും അങ്ങനെ അഭിഷേകം വേണ്ടവർ ആഗ്രഹിച്ചോളൂ. ഞാൻ പറഞ്ഞില്ല, ആ ലാസ്റ്റ് സെക്ഷൻ ഞങ്ങൾ ഒരുമിച്ച് കൈവെക്കും. പാസ്റ്ററും ഉണ്ട്, എല്ലാവരും ഉണ്ട്, രവീന്ദ്ര പാസ്റ്റല്ല, ഞങ്ങൾ ഒരുമിച്ച് കൈവെക്കും. ആ കൈവെപ്പിനകത്ത് നിങ്ങളെ സിസ്റ്റം ചെരിയും. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശത്തിൻ്റെ സർവർ പൊട്ടണം. ഈ ദേശത്തെ മലബാറിനെ നിയന്ത്രിക്കുന്ന ആ സർവർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ഇന്ന് അറസ്റ്റ് ചെയ്യും, നമ്മളെ കൺട്രോളിലാക്കും. കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസൻ. When you are ministering, many people already got delivered. ഞാൻ വിശ്വസിക്കുന്നു പലരും വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു എന്ന്. Amen. Thank you, Jesus. As you standing, നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ lift your hands. നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. Many Elishas here. പല എലീശമാരും ഈ ഹോളിനകത്ത് നിൽപ്പുണ്ടെന്ന് കാണുന്നു. What happened to Elisha, 2 Kings chapter 2? എലീശയെ കുറിച്ച് 2 രാജാക്കന്മാരിൽ പറയുന്നത് a transfer of authority, power and the prophetic office. ഒരു കൈമാറ്റമാണ്, പ്രവാചകന്റെയും അധികാരത്തിന്റെ ഒരു കൈമാറ്റമാണ് 2 രാജാക്കന്മാർ എലീശയെ സംഭവിച്ചതെങ്കിൽ That's what is happening. അത് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. It's not like it's going to happen, it's already happening here. ആമേൻ. എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മമണ്ഡലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ. The 2 things you need to watch. ആമേൻ. 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. What was the condition Elijah said? ആമേൻ. ഒന്ന് ആദ്യം ശ്രദ്ധിക്കേണ്ട എലീശയുടെ അവസ്ഥയാണ്. As I ascend, അവൻ പൊക്കത്തിലേക്ക് പോയപ്പോൾ എലീശ ഏലിയാവിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അത്യാവശ്യമായിരുന്നു. then he has to walk close with God. അവൻ ഏലിയാവിന്റെ കൂടെ നടക്കേണ്ടത് ആവശ്യമായിരുന്നു. എലീശ ഏലിയാവിന്റെ കൂടെ അടുത്ത് നടക്കേണ്ടത് ആവശ്യമായിരുന്നു. You know, the Elisha already doing that. എലീശ ഓൾറെഡി ഏലിയാവുമായിട്ട് ഒരു ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞു. Here God is telling you, ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, you are already on fire. നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ തീയാൽ നിറയപ്പെട്ടവരാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? Can you shout, set me on fire? ആമേൻ. നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, കർത്താവേ ആ സ്വർഗീയ തീ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമെന്ന് പറയുമ്പോൾ, set me on fire. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ തീ ഞങ്ങളുടെ മധ്യ ഇറക്കണമെന്ന് പറയുമ്പോൾ, English you can tell in English itself. ആമേൻ. കർത്താവ് അത് നിങ്ങളുടെ മധ്യത്തിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. set me on fire. send me on fire. ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ എന്ന് പറ. Lift your hands. ഹല്ലേലൂയ. കൈകൾ ഉയർത്താം. കൈകൾ ഉയർത്താം. Thank you, Jesus. You can give that mic. Just lift your hands now. ആമേൻ. കൈകൾ മക്കൾ ഉയർത്താം സ്വർഗ്ഗത്തിലേക്ക്. Many ministry will start here. ആമേൻ. പല ശുശ്രൂഷകൾ ഇവിടെ നിൽക്കുകയാണ്. Many ministries will start. Stop, no? Starts. Says ministry will start. സോറി, മിനിസ്ട്രി പല ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കാൻ തുടങ്ങിയാണ്. And many ministers are here. പല ശുശ്രൂഷകന്മാർ ഇവിടെയുണ്ട്. You people came with very hunger. ആമേൻ. പല ആൾക്കാരും ഭയങ്കര ആഗ്രഹത്തോടും കൊതിയോടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
Maybe wherever you are from, നിങ്ങൾ എവിടെ നിന്ന് വന്നു, you will receive the double fold from ആമേ, Elisha. നിങ്ങൾ ഇവിടെ നിന്ന് ഇരട്ടി പങ്കോടെ ഇരട്ടി പങ്ക് പ്രാപിച്ചാണ് ഇവിടുന്ന് മടങ്ങി പോകത്തുള്ളൂ. That mantle is already falling ആമേ, here. ഇവിടെ തന്നെ ആ പുതപ്പ് ഇവിടെ കടപ്പുണ്ട്, വീണിട്ടുണ്ട്. Keep your hand upon your head. ആമേ, ആമേ, നിങ്ങളുടെ വിശുദ്ധ കരം തലയോട്ട് വെച്ചാട്ടെ. Say, mantle, the authority and power is falling upon me. അധികാരത്തിന്റെയും ആമേ ശക്തിയുടെയും ആമേ പുതപ്പ് എന്റെ മേൽ വീഴട്ടെ എന്ന് വാഗൊണ്ട് പറഞ്ഞാട്ടെ. അധികാരത്തിന്റെയും ശക്തിയുടെയും ആമേ അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീഴട്ടെ. Thank you. Thank you. അധികാരത്തിന്റെ ശക്തിയുടെ പുതപ്പ് എന്റെ മേൽ വീഴട്ടെ. Some pastors' ministry will be regain the strength. ആമേ, ഇവിടുത്തെ ശുശ്രൂഷ വീണ്ടും ഒരു പുതിയ തലത്തിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. You are already in power, but you feel like I want more power. ആമേ, നിങ്ങൾ ഓൾറെഡി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ ആഗ്രഹിക്കുന്നു. You are not happy with that. ആമേ, നിങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അഭിഷേകവും അതിൽ നിങ്ങൾ സന്തുഷ്ടരല്ല. I will let you know what is our enemies. ആമേ, നമ്മുടെ ശത്രുക്കൾ ആരാ നമ്മൾ അറിഞ്ഞിരിക്കണം. I will let you know what is our enemies. ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ശത്രു ആരാന്ന്. In English, the word called enough is our enemy. നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് എനിമി എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ അത് പറയുന്ന മതി എന്നൊരു വാക്ക്. ആമേ, ശത്രുവിന്റെ വാക്കാണ്. മതി 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 എന്ന് പറയരുത്. നിങ്ങൾക്ക് ഇനി വേണോന്ന് പറയണം. You should never say enough. ആമേ, നിങ്ങൾ ഒരിക്കലും പറയരുത് ആമേ മതി എന്ന് പറയരുത് നിങ്ങളുടെ വാഗുണ്ട്. In any area. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിങ്ങൾ പറയരുത് എനിക്ക് മതി എന്ന് പറയരുത്. Especially here. വിശേഷ ഇന്ന് ഇവിടെ നിങ്ങൾ പറയരുത് മതി എന്ന്. ഇനി വേണമെന്ന് പറയണം. Ministry. Especially here in the ministry. ശുശ്രൂഷയിലും നിങ്ങൾ പറയണം കത്ത പോരാ ഇനി വേണമെന്ന് പറയുക. You are a 100-year-old person. നിങ്ങൾ ഒരു പക്ഷേ 100 വയസ്സുള്ള ആളായിരിക്കാം. Never say enough. Never say enough. ഒരിക്കലും പറയരുത് മതി എന്ന് പറയരുത്. ഇത് മതി എന്ന് നിങ്ങൾ ഒരിക്കലും വാഗോണ്ട് പറയരുത്. Then the second enemy is രണ്ടാമത്തെ ശത്രു ആരാന്നറിയാവോ? frustration. മാനസികമായ Never allow the വീർപ്പുമുട്ടൽ. Never allow the frustration. ഒരിക്കലും നിങ്ങളുടെ ആ മാനസികമായ വീർപ്പുമുട്ടലോട് നിങ്ങൾ ഒരിക്കലും അതിന് അനുമതി കൊടുക്കരുത് നിങ്ങളുടെ മാനസിക ശാരീരിക ആത്മീയ മണ്ഡലങ്ങളിൽ. In your life, never use these two words in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ രണ്ട് ശബ്ദങ്ങൾ ഒരിക്കലും നിങ്ങൾ വാഗോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത്. Then you will go beyond the boundary. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ മുമ്പോട്ട് ഓടുക തന്നെ ചെയ്യും. നിങ്ങൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. Hallelujah. The Red Sea. ആമേ, തീയുടെ അടുത്തേക്ക് ചങ്കടലിന്റെ അടുത്തേക്ക് ചെല്ലാം. People say ആൾക്കാർ പറയും sky is the limit. ആമേ, ആകാശമാണ് ലിമിറ്റ് എന്ന്. But your one step will cross the sky. ആമേ, പക്ഷേ നിങ്ങൾ ആമേ ആകാശത്തെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പറ്റും. Your first step will cross the sky, I said. ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ആ സ്കൈയെ നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കും. The world says the sky is the limit. ആമേ, ലോകം പറയും ആകാശമാണ് നമ്മുടെ പരിധി എന്ന് പറയും. Right? But I say for the God's people. ആമേ, പക്ഷേ ഞാൻ പറയുന്നു ദൈവ മക്കൾക്ക് who carries this word. ആമേ, ആരോ ദൈവത്തിന്റെ വചനം കൊണ്ടു നടക്കുന്നു. Who carries the Bible? Who carries the Jesus? ആമേ, ആരൊക്കെ ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുന്നു, ആരൊക്കെ യേശുവിനെ ചുമന്നുകൊണ്ട് പോകുന്നു. Pastor, how it works? അതെങ്ങനെ സംഭവിക്കും? John 1:16-17. ജോൺ 1 യോഹന്നാന്റെ സുവിശേഷം 1:16-17. It says from his fullness you received grace upon grace. ആമേ, അവനിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ വ്യാപരിക്കുന്നു. So that means when you believe God, when you believe Jesus. ആമേ, എന്നാൽ അവന്റെ നിറയുന്ന എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. Yes, from his fullness. അവനിൽ നിന്ന് യേശുവിൽ നിന്ന്. Hallelujah. Hallelujah. That means like he is a big man, rich man, pastor. ഇവിടെ നമ്മുടെ സന്നിധിയിൽ ഒരു പാസ്റ്റർ ഉണ്ട്. He is having 100 crore. അവന്റെ ദേവദാസന് 100 കോടിയുടെ അസറ്റ് ഉണ്ട്. Hallelujah. And he said take all 100 crore. പുള്ളി ദേവദാസൻ പറയാണ് ഈ 100 കോടി രൂപ നിങ്ങൾ കൊണ്ടുപോയിക്കോ. Not 1 crore. Not 100, not 1 crore. ആമേ, 1 കോടി അല്ല 100 കോടി.
You can take everything. ആമേ നിങ്ങളെല്ലാം കൊണ്ടുപോയിക്കുക 100 കോടിയും. Because he's a very rich man, 100 crore is nothing for him. ഈ ദേവാസനയിൽ 100 കോടി ഉണ്ട്. ആമേ ഒന്ന് വിചാരിക്കുക, ആ 100 കോടി കൊണ്ടുപോയിക്കോളാൻ പറയുവാണെങ്കിൽ Hallelujah. ഹല്ലേലൂയ. That means God says from his fullness. ആമേ ദൈവ അവന്റെ നിറവിൽ നിന്നാണ് ആമേ കൃപയ്ക്ക് കൃപ ലഭിക്കുന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ നിറവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെല്ലാം. Hallelujah. ഹല്ലേലൂയ. I'm talking to those people. No, they're not responding. That's why. ആമേ കർത്താവിന്റെ ദാസൻ ആ പുറകിലിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ദൈവവചനം പറയുമ്പോൾ ആമേ ഹല്ലേലൂയ ഒക്കെ പറയണം. You are already you are full. ആമേ നിങ്ങൾ നിറഞ്ഞവരായിരുന്ന് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ആമേ കാലിയാക്കണം. I'm talking to each and everyone here. ആമേ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. And some sicknesses are living right now. Sicknesses are living right now. ചില രോഗങ്ങൾ ഇവിടുന്ന് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Close your eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Keep your hand where you have that sickness. ആമേ എവിടെയാണോ നിങ്ങൾക്ക് വേദന രോഗമുള്ള അവിടെ നിങ്ങൾ കൈകൾ വയ്ക്കുക. And command to all get out. ആമേ നിങ്ങൾ അധികാരത്തോടെ പറയുക, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുക വാഗോണ്ട്. ഇപ്പോൾ തന്നെ പറയുക, ഇപ്പോൾ തന്നെ നിങ്ങൾ പറയുക, എവിടെ രോഗമുണ്ടോ അവിടെ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. ഇപ്പോൾ സൗഖ്യമാകുക. From head to foot, a divine healing. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let the power of the Holy Spirit to enter those bodies now. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ രോഗികളുടെ മേൽ ഇപ്പോൾ വീഴട്ടെ. Let them be healed. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Be delivered. ആമേൻ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. Those bondages are breaking now. ആമേൻ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Those witchcrafts are destroying now. എല്ലാ ആഭിചാര ശക്തികളും വിട്ടുപോട്ടെ. The power of witchcraft is destroying ആമേൻ. now. ആഭിചാരത്തിന്റെ ശക്തി ഇപ്പോൾ പൊട്ടി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Generation curses are breaking now. ആമേൻ. പാരമ്പര്യമായ ആമേൻ ശാപങ്ങൾ അഴിഞ്ഞു മാറിപ്പോട്ടെ. It is gone. It is യേശുവിന്റെ gone now. നാമത്തിൽ പോയി ശാപങ്ങൾ മാറിപ്പോയി. പാരമ്പര്യ ശാപങ്ങൾ മാറിപ്പോയി. രോഗങ്ങൾ മാറിപ്പോയി. Lift your both hands and say, I'm delivered. ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പറയാ, ഞാൻ വിടുതൽ പ്രാപിച്ചു യേശുവിന്റെ നാമത്തിൽ. I never been bondage. ആമേൻ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ. I never been bondage. ആമേൻ. ഞാൻ ഇനി ഒരിക്കലും ആമേൻ അടിമത്തത്തിൽ ബന്ധനത്തിലായിരിക്കത്തില്ല. Say loudly. Say loudly. No one can put me in bondage. ആമേൻ. ആർക്കും എന്നെ ബന്ധനത്തിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ആർക്കും എന്നെ ബന്ധനത്തിലാക്കാൻ പറ്റത്തില്ല. ആമേ. ഞാൻ ഒരിക്കലും എന്നെ ഒരു പൈശാചിക ബന്ധനത്തിലാക്കാൻ പറ്റത്തില്ല. വാതുറന്ന് പറ, കണ്ണടച്ച് വാതുറന്ന വിശ്വാസത്തോടെ പറയുക. ഒരു ബന്ധനങ്ങൾക്ക് പറ്റത്തില്ല. Do you know the greatest prophecy? ആമേ. ദൈവത്തിന്റെ How many of you know the definition for prophecy? ആമേ. ആർക്കറിയാം പ്രവചനത്തിന്റെ വിവരണം, അർത്ഥം And effect of the prophecy? ആമേ. അത് പ്രവചനത്തിന്റെ കൃപാവരം, അതിന്റെ വരം എന്താന്ന് എത്ര പേർക്ക് അറിയാം? 2 Peter 1:21. 2 പീറ്റർ 2:21. The holy men moved by the Holy Spirit. ദൈവത്തിന്റെ വിശുദ്ധ ദാസൻ പരിശുദ്ധാത്മാവിൽ ചലിക്കുമ്പോൾ they spoke over the people. ആമേ. അവർ സംസാരിക്കും ജനത്തോട്. The Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, prophecy never comes through a human, never. ആമേ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. No. Hallelujah. Hallelujah. And 1 Peter chapter 4:11. 1 പത്രോസ് 4:11 പറയുന്നു. And again the 2 Peter 1:19, how it affects. ആമേ. 1 പത്രോസ് 2:19 പറയുന്നു. 2 Peter 1:19. 2 പത്രോസ് 1:19 പറയുന്നു. It creates a hope. ആമേ. അവിടെ പറയുന്നു ആമേ പ്രത്യാശ. It creates hope. ആമേ. പ്രവചനം നമുക്ക് പ്രത്യാശ തരുന്നു. That's what the effect of the prophecy. ആമേ. അതാണ് പ്രവചനത്തിന്റെ റിസൾട്ട്. അതാണ് പ്രവചനം നമുക്ക് പ്രത്യാശയും തരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
As soon as we heard about this meeting, ആമേ ഞാൻ ഈ പ്രവർത്തനയെ കുറിച്ച് ആമേ ആരാധനയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ we never asked any pastors what kind of people will come. We never asked those things. ആമേ ഞങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല എങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വരുന്നതെന്ന് ഒരിക്കലും ഞങ്ങൾ ആരോടും ചോദിക്കാറില്ല. Immediately we started fasting and praying. ആമേ കേട്ടപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിന് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. That's it. അത്രമാത്രം. Not one day. ഒരു ദിവസം മാത്രമല്ല. We have a practice. ആമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആമേ പ്രാക്ടീസ് ആണ്. എനിക്ക് ആരുടെ എങ്കിലും ഒരു ഇൻവിറ്റേഷൻ ഒരു ആമേ ഇന്ത്യയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ആരെങ്കിലും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷിക്കാൻ From that same moment I keep fast. ആമേ ആ സമീഷം മുതൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും ആ മീറ്റിംഗ് അനുഗ്രഹത്തിനായിട്ട്. Maybe in our home maybe biryani. ആമേ Maybe in our home biryani may be cooked. ആമേ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ബിരിയാണി ആയിരിക്കാം കുക്ക് ചെയ്യുന്നത്. പക്ഷെ അത് മൈൻഡ് അല്ല. No, I encourage to eat. ആമേ അത് വീട്ടിൽ കഴിക്കത്തില്ല. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. And God told, കർത്താവ് പറഞ്ഞു many Elishas will come. ആമേ പല എലീശമാര് ഇതിനകത്ത് കടന്നു വരും എന്ന് ദൈവം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് കർത്താവിന്റെ ദാസനോട് പറയുവാനിടയായി. ഹല്ലേലൂയ. Hallelujah. Say, I am that Elisha who receiving this mantle. ആമേ എലീശ ഇവിടുന്ന് അഭിഷേകത്തിന്റെ പുതപ്പ് മേടിച്ചിരിക്കും. So how you work? What you will do now? ആമേ നിങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും? How you execute this Elisha's job? ഇത് എങ്ങനെ നിങ്ങൾ നടപ്പാക്കും? Start speaking. വാ തുറന്ന് സംസാരിക്കുക. I said greatest prophecy. അതാണ് പ്രവചനം. What you speak, what you believe, what you walk, that will be your life. ആമേൻ. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾ എങ്ങനെ നടക്കുന്നു, അതാണ് പ്രവചനം. ഹല്ലേലൂയ. Many years back, a Friday fasting prayer over, a people came to get me to pray for a person in the village. ആമേ ചില നാളുകൾക്ക് മുമ്പ് ആമേ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദേവാസൻ എന്നെ ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. I came back to home, I heard that man is dead and gone. ആമേ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ആ മനുഷ്യൻ മരിച്ചു, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. And they want one of a son also came to take me. ആമേ ഒരു മകനും എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരുവാൻ ഇടയായി. We as a family went. ആമേ ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകാൻ ഇടയായി. That time my daughter, my son not born. ആമേ ആ സമയത്ത് എൻ്റെ മോനും മോളും ജനിച്ചിട്ടില്ലായിരുന്നു. And whole village is watching maybe 5 kilometers from Hassan. ആമേ ആ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ്. എല്ലാ ആ വില്ലേജ് മൊത്തം ആ ഗ്രാമം മൊത്തം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Village name Doddakondugola. ആ വില്ലേജ് ദുണ്ടുകുട എന്ന വില്ലേജിലെ ആൾക്കാരെല്ലാം കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And as soon as we reach, totally dark. ആമേ ആ പട്ടണത്തിൽ ആ വില്ലേജ് ആ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ആമേ അന്ധകാരം നിറഞ്ഞ സ്ഥലമായിരുന്നു. And the whole village they are in hope these people will do something. ആമേ അവർ വിശ്വസിച്ചു ഇവർ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർ പ്രത്യാശിച്ചു. That hope will kindle something. ആമേ ആ പ്രത്യാശയും ആശയും അവിടെ ചില സംഭവിക്കാനിടയായി. As the believers, Christian pastors, as the believers, Christians and pastors, ആമേ അവിടെ പല ദേവാസന്മാരും വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വാസികളും ദേവാസന്മാരുമായി നമ്മൾ as we do family prayer, ആമേ നമ്മൾ കുടുംബത്തിലെ ദേവാസന്മാരായി നമ്മൾ വിശ്വാസി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ we go to bed. ആമേ ഞങ്ങൾ ബെഡിലേക്ക് പോകും. We should have that hope. നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. When I get up early morning, ആമേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, when I go to office, when I go to my business, എന്റെ ബിസിനസ് ഞാൻ പോകുമ്പോൾ things will be in my favor. സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിരിക്കും. ഹല്ലേലൂയ. Do you know you can change the system? നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥകളെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മാറ്റാൻ പറ്റും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. Lift your hands and say, I am a system changer. ആമേൻ. പറ, ഞാൻ സാഹചര്യങ്ങളെ മാറ്റുന്നവനാണ്. ഞാൻ സാഹചര്യങ്ങളെ മാറ്റുന്നവനാണ് യേശുവിന്റെ നാമത്തിൽ. I will change it in my favor. ആമേൻ. അതെ, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറും എന്ന് നിങ്ങൾ ഉറക്കെ പറ. എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറും. എല്ലാ സാഹചര്യങ്ങളും എനിക്ക് യേശുവിന്റെ നാമത്തിൽ അനുകൂലമായി മാറും. You need to open your mouth, please. You need to open your mouth, please. നിങ്ങളുടെ വാ തുറന്ന് സംസാരിക്കുക. വാ തുറന്ന് സംസാരിക്കുക.
ആമേ ആരും അടച്ചു പിടിക്കുക. വാ തുറന്ന് പറ, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറും. എല്ലാ സാഹചര്യങ്ങളും, എന്റെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളും എനിക്ക് അനുകൂലമായി മാറും. വാ തുറന്ന് പറ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ. It has begun, already began. It already began. What you are telling is ആമേ already നിങ്ങൾ started. പറഞ്ഞത് ഇപ്പോൾ തന്നെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചു തുടങ്ങി കഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. As you are telling, ആമേ നിങ്ങൾ സംസാരിക്കുമ്പോൾ many doors to foreign countries are opening. Visas ആമേ are നിങ്ങൾ opening. സംസാരിക്കുമ്പോൾ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള വാതിലുകൾ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. റബാനഗശ. Best of the world belongs to you. ആമേ ആമേ ലോകത്തിലെ ഏറ്റവും നല്ലത് നിങ്ങൾക്കുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. Say loudly. ആമേ Best of this world belongs to me. ആമേ നിങ്ങളുടെ പേര് പറ, ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ്. ആമേ നിങ്ങളുടെ പേര് പറ, എനിക്കുള്ളതാണ്. ഉറക്കെ പറ, ലോകത്തിലെ ഏറ്റവും നല്ലത് എനിക്കുള്ളതാണ്. വാ തുറന്ന് പറ. So almost it was night, 11:30 night. ആമേ 11:30 night when we reached that village. ആമേ രാത്രിയിൽ 11:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ Then ചെന്നപ്പോൾ those days I used to kneel down and pray those days. ആമേ ആ സമയങ്ങളിൽ ഞങ്ങൾ മുട്ടുമേൽ നിന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. But nothing happened. ഒന്നും സംഭവിച്ചില്ല. That man didn't go, it's cold, dead cold. ആമേ ആ മരിച്ചുപോയ വ്യക്തിയുടെ ശരീരം ശരിക്കും ആമേ Like തണുത്തുറച്ചിരിക്കുകയാണ്. iron in the December and January cold. ആമേ ഡിസംബറിലെയും ജാനുവരി തണുപ്പ് പോലെ ആ ശരീരം മൃതശരീരം തണുത്തിരിക്കുകയാണ്. And then next I took some little prayer oil with me. ആമേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ആമേ എണ്ണ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. James 5:14. ജെയിംസ് ആമേ യാക്കോബ് 5:14 അനുസരിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ എന്റെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. Mark 6:13. മാർക്ക് 6:13 യാക്കോബ് 5:14 അനുസരിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ കയ്യിലെടുത്ത് Now പ്രാർത്ഥിച്ചു. I kept my hand upon his chest as I put that oil over his ആമേ chest. ആ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ കൈ വെച്ച് Little പ്രാർത്ഥിക്കാൻ over the തുടങ്ങി. head, little over the head. ആമേ തലയിൽ കുറച്ച് എണ്ണ തേച്ചു. Too much I took over the head. I anointed him over the head. ആമേ ആ ഇച്ചിരി എണ്ണ എടുത്ത് തലയിൽ കൈ And വെച്ചു. now as I knelt down, I kept my chest on his chest, my ആമേ hand. ചെസ്റ്റിൽ കൈ വെച്ചു. Just like a sound came here. ആമേ പെട്ടെന്ന് ചെസ്റ്റിലേക്ക് കൈ വെച്ചപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കടന്നു വരാനിടയാ കേൾക്കുവാനിടയാ. And the life started coming back slowly. ആമേ 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 നഷ്ടപ്പെട്ടു പോയ ജീവിതം ആമേ പയ്യെ മടങ്ങി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. He could not recognize anyone. He could not recognize anyone. ആമേ ആ പുള്ളിക്കാരൻ ആരെയും ആമേ മനസ്സിലാക്കാൻ പറ്റിയില്ല. Even he could not understand. He could not recognize his wife. ആമേ സ്വന്തം ഭാര്യയെ പോലും അവന് തിരിച്ചറിയാൻ പറ്റിയില്ല. And when they showed me, ആമേ അവര് who is this man? ആമേ ആ മരിച്ച വ്യക്തിയോട് ആമേ ചോദിച്ചു, ഈ നിൽക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ What he said? ആമേ നിങ്ങൾക്കറിയാമോ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? I never saw him in my life. ആമേ ഞാൻ ഈ മനുഷ്യനെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ല. And he said, Jesus. ആമേ അവൻ പറഞ്ഞു യേശുവാണ്. ഹല്ലേലൂയ. My dear people of God. ആമേ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, My dear body of Christ. ആമേ ദൈവസഭേ, When the people see you, they will see Jesus. ആമേ നിങ്ങളെ കാണുമ്പോൾ യേശുവിനെ കാണുന്നതായി മാറണം. നിങ്ങളെ അല്ല കാണണ്ട, യേശുവിനെ കാണണം. That's why Paul said, it's not I live, it's Christ lives in me. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. Can you repeat that? Can you repeat that? ആമേൻ. ഞാനല്ല ക്രിസ്തുവേ ജീവിക്കുന്നു. ആമേ നിങ്ങൾ ഇങ്ങനെ പറ, എന്നിൽ ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. പറ. ആമേ വാ തുറന്ന് ഉറക്കെ പറ, ഇനി ഞാനല്ല എന്നിൽ യേശു അത്രേ ജീവിക്കുന്നത്. ഇനി എന്നിൽ ഞാനല്ല എന്നിൽ യേശു അത്രേ ജീവിക്കുന്നത്. ഇനി ഞാനല്ല എന്നിൽ യേശു അത്രേ ജീവിക്കുന്നത്. വാ തുറന്ന് പറ, വാ തുറന്ന് പറ, വാ വിശ്വാസത്തോടെ പറ, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, എന്നിൽ യേശു അത്രേ. ഹല്ലേലൂയ. When you say that, ആമേ അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, when you say that, അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ, I will give you one more chance. Then you can sit, okay? ആമേ ഓക്കേ. അത് കർത്താവിന്റെ It's not I live, it's Christ lives in me. Say loudly. ആമേ നിങ്ങൾ എന്നിൽ യേശുവാണ് ജീവിക്കുന്നത് ഓർക്കെ പറയണം. It's not I live, it's Christ lives in ആമേ me. ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്ന പറ.
ഉറക്കപ്പറ കണ്ണ വിശ്വാസത്തോടെ വാദം പറ. ഇനി ഞാനല്ല, എന്നെ യേശു അത്ര ജീവിക്കുന്നത്. ഇനി ഞാനല്ല, എന്നെ യേശു ക്രിസ്തു അത്ര ജീവിക്കുന്നത്. What will happen, do you know? ആമേൻ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? You will be reshaped like Jesus. ആമേൻ. എന്താ സംഭവിക്കുന്നത് അറിയാം? നിങ്ങളുടെ ജീവിതം യേശുവിന്റെ ജീവിതമായി മാറുകയാണ്. ഹല്ലേലൂയ. Galatians 3:27. Galatians 3:27. ഗലാത്യർ 3:27. When you are baptized, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ you clothe Jesus. ആമേൻ, നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. What a privilege. ആമേൻ. എന്തൊരു അനുഗ്രഹമാണത്. Hallelujah. ഹല്ലേലൂയ. I said something here. ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞു. When you baptized, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ you are clothed നിങ്ങൾ with Jesus. യേശുവിനെ ധരിച്ചിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന്? ഹല്ലേലൂയ. Hallelujah. She will talk in Kannada, I will translate in English, you can tell in Malayalam. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കന്നഡയിൽ സംസാരിക്കും, ദേവാസൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ്. എല്ലാം കാണാം. എല്ലാരും കണ്ണുകൾ കൈകൾ ഉയർത്തി. ആമേൻ. എല്ലാരും എഴുന്നേറ്റ് എല്ലാരും എഴുന്നേറ്റ് കൈകൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന്റെ ദാസി നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ പോവുക. ഹല്ലേലൂയ. Everyone say എല്ലാവരും പറ യേശു യേശു എന്ന് പറ. യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു യേശുവേ എന്ന് വിളിക്കുക. യേശുവേ. ഉറക്കെ പറ. യേശുവേ യേശുവേ യേശുവേ. റബാനഗ ഷട്ടറബാന ഹസ്തക. ಯೇಸು ಅಂತ ಹೇಳಬೇಕಾದ್ರೆ ಎಲ್ಲ ಮನುಷ್ಯನ ಪಾಪಗಳೆಲ್ಲ ಬಂಧನದಿಂದ ಬಿಡುಗಡೆ ಅಂತ ದೇವರ ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ. When you take the name of Jesus, all the bondage will be broken, all sins will be forgiven. ആമേൻ. യേശുവിന്റെ നാമം നിങ്ങൾ പറയുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിയും, എല്ലാ പാപങ്ങളും നിങ്ങളെ വിട്ടോടി പോകും. Amen. ഹല്ലേലൂയ. ಅಲ್ಲಿ ದಾವಗಳು ಕೂಡ ಕೂಗಿದ್ದು ಒಂದೇ ಒಂದು ನಾಮ, ಆ ಯೇಸು ನಾಮ ಕೂಗಿದ್ದು ಅವನು ಕಣ್ಣುಗಳು The blind Bartimaeus shouted Jesus. Blind Bartimaeus shouted Jesus. ബർത്തിമേയ യേശുവിന്റെ പേര് വിളിച്ചപ്പോൾ, ആമേൻ, ഉറക്കെ നിലവിളിച്ചപ്പോൾ, just he took his name. ആമേൻ, യേശു അവിടെ നിന്നു. He received the sight. ആമേൻ. അവന്റെ കണ്ണുകളിൽ സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് യേശുവിന്റെ നാമം പറഞ്ഞാൽ യേശുവേ. ಅಲ್ಲಿ ಶತಾಧಿಪತಿ ಬರ್ತಾ ಇದ್ದಾನೆ, ಒಂದು ಮಾತು ಹೇಳು, ನಾಳೆಗೆ ಸ್ವಸ್ಥ ಆಗುತ್ತೆ ನಂಬಿಕೆಯಿಂದ ಬರ್ತಾ ಇದ್ದಾನೆ ಅವನು. Centurion is coming, he is telling one word. ആമേൻ. ശതാധിപൻ യേശുവിനോട് കർത്താവേ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ಅದೇ ಯೇಸಪ್ಪ ಹೇಳ್ತಾ ಇದ್ದು, ಈಗ ನಾವು ಬಂದದ್ದು ಅದೇ ನಾಮ, ಅದೇ ಯೇಸು, ಅದೇ ಜೀಸಸ್. We also taking the same Jesus, ആ same name. ആമേൻ. ആ യേശു തന്നെയാണ് നമ്മൾ വിളിക്കുന്ന, ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്ന, ആ യേശുവിനെയാണ് നമ്മൾ ഓർക്കെ വിളിച്ചാട്ടെ. യേശുവേ. ഹല്ലേലൂയ. യേശുനാഥേ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാഥേ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാഥേ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാഥേ സൗഖ്യം പ്രാപിക്കട്ടെ. Possible now. Everything is possible now. എല്ലാം സാധ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. Whichever you think difficult, which was, now it is possible now. ആമേൻ. എന്ത് നിങ്ങൾ വിഷമമെന്ന് ചിന്തിക്കുന്നു, എന്ന് നിങ്ങൾ പ്രയാസമെന്ന് ചിന്തിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Those bondages are breaking now. ആമേൻ. ആ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. You try to build the house. You try to build the house. ആമേൻ. നിങ്ങൾ വീട് പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. Try to buy a plot. ആമേൻ. നിങ്ങൾ ഒരു സ്ഥലം മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. Difficulties. ആമേൻ. ചില തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. Bondage are broken now. ആമേൻ. ആ തടസ്സം യേശുനാഥിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. Mainly about the visas, the bondage are broken ആമേൻ. now. വീസ കിട്ടാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. No more delay for the ആമേൻ. visa. ഇനി തടസ്സങ്ങളില്ല, ഇനി ഡിലേ ഇല്ല, താമസമില്ല. ആ വീസ ഉടനെ കിട്ടാൻ പോവുകയാണ്. ആ സ്ഥലം ഉടനെ മേടിക്കാൻ പോവുകയാണ്. ആ വീട് നിങ്ങൾ പണിയാൻ പോവുകയാണ്. തടസ്സങ്ങൾ യേശുനാഥിൽ മാറുകയാണ്. The financial curses are breaking here. ആമേൻ. ആമേൻ. സാമ്പത്തികമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ യേശുനാഥിൽ മാറ്റുകയാണ്. ഹല്ലേലൂയ. The financial curses are curse actually. ആമേൻ. സാമ്പത്തികമായ ശാപങ്ങൾ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാണ്. Yes.
enormous finance will come. ധാരാളമായ സാമ്പത്തിക നന്മകൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ಆದ್ರೆ ದೇವರ ಆತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಕ್ಲಿಯರ್ ಆಗಿ, ಅನೇಕ ಜನರಿಗೆ ಬರಕ್ಕೆ ತುಂಬಾ ತಡೆ ಇತ್ತು, ಆದ್ರೆ ಹೋಲಿ ಸ್ಪಿರಿಟ್ ನಿಮ್ಮನ್ನ ಬಲವಂತ ಗೆಲ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ ಇಲ್ಲಿ. Holy Spirit is telling many people have difficulty to come here, but God only pushed here. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് പലർക്കും വരാൻ പല തടസ്സങ്ങളായിരുന്നു, എന്നാൽ കർത്താവ് ആഗ്രഹിച്ചവരെല്ലാം കർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. Many difficulties to come, very difficulty to come, but God has pushed you here. ഹല്ലേലൂയ. പല തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവാണ്, യേശുവാണ് നിങ്ങളുടെ മധ്യത്തിൽ വളരെമായി നിർബന്ധിച്ച് കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. To make you Elisha. ഏലീശയെ അഭിഷേകം പ്രാപിക്കാനുള്ള ചില ഏലീശമാരെ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. Because you are the Elisha. കാരണം നിങ്ങൾ ഒരു ഏലീശയാണ്. How many of you know why the session is? Why this meeting? How many of you know the theme of the meeting? നിങ്ങൾക്കറിയോ ഈ മീറ്റിംഗിന്റെ തീം, വിഷയം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ ഈ മീറ്റിംഗിന്റെ വിഷയം എന്താണ്? The prophet's mantle, right? ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്. Mantle of a prophet. അഭിഷേകത്തിന്റെ പ്രവാചകന്റെ പുതപ്പ്. പ്രവാചകന്റെ പുതപ്പ്. How many of you are familiar with that? എത്ര പേർക്ക് അതിനെക്കുറിച്ച് പരിചയമുണ്ട്? പ്രവാചകന്റെ പുതപ്പ്. First Kings chapter 19:19. First Kings chapter 19:19. Are you familiar? ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് പരിചയമുണ്ടോ? When Elisha put that mantle. എലീശയുടെ ശരീരത്തിൽ പ്രവാചകന്റെ പുതപ്പ് വീണത്. Do you know what happened there? അന്നേരം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? You are my successor. നീ എന്റെ പിൻഗാമിയാന്ന് എലീശയ്ക്ക് അത് ആ പുതപ്പിൽ നിന്ന് ആ അധികാരം ലഭിക്കാനിടയായി. You are that successor. നീ അതിന്റെ പിൻഗാമിയാണ്. പ്രവചന ശുശ്രൂഷയുടെ പിൻഗാമി നീയാണ്. Your real ministry will start now. നിങ്ങളുടെ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ ഇവിടെ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. Your real ministry, maybe you are in the ministry. നിങ്ങളുടെ യഥാർത്ഥമായ ശുശ്രൂഷ ഇവിടെ തുടങ്ങുകയാണ്. യഥാർത്ഥമായി നിങ്ങളുടെ ശുശ്രൂഷ ഇവിടെ തുടങ്ങുകയാണ്. You are a good Christian believer, good pastor. I know. നിങ്ങൾ നല്ല വിശ്വാസിയാണ്, നിങ്ങൾ നല്ല ദൈവഭയമുള്ള, നിങ്ങൾ നല്ല ദൈവദാസനാണ്. You chased a lion. നിങ്ങളെ ഒരു സിംഹം, നിങ്ങളെ lion and a bear when you are tending the sheep. നിങ്ങൾ ഒരു ഹല്ലേലൂയ. I'm talking about David. ഹല്ലേലൂയ. ആടിനെ ഹല്ലേലൂയ സിംഹം പുറകെ പിടിക്കുവാൻ തുടങ്ങി. Okay, good experience. Good, fine. നല്ല അനുഭവം. But you are going to save the nation now. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പല സിംഹങ്ങളെ നിങ്ങൾ പിടിക്കാനിടയായി. ഇന്ന് നിങ്ങൾ ദേശത്തെ പിടിക്കാൻ പോവുകയാണ്. You are going to bring down the enemy of the nation. ഈ രാജ്യത്തിന്റെ ശത്രുവിനെ നിങ്ങൾ താഴ്ത്തി കെട്ടാൻ പോവുകയാണ്. That's why you are here. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. Tell the next person. അടുത്തിരിക്കുന്ന ആളോട് പറ. Is there not a reason I am here? Is there not a reason? What David said in the battle. Is there not a reason I am here? ഈ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പറ, ഈ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ. ഈ കാരണത്താൽ എന്തിനാണ് അഭിഷേക് പ്രവാചകന്റെ പുതപ്പ് മേടിക്കുവാൻ? ഈ കാരണത്താലാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പറ, അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. I am telling the pastors here, mainly pastors and pastors here. ഇവിടെ ഇരിക്കുന്ന പല പാസ്റ്റർമാർ കൈകൾ പൊക്കിയാട്ടെ. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ who is those doing the ministry, lift your hands. ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ കൈകൾ ഉയർത്തിയാട്ടെ. Your real ministry will start. നിങ്ങളുടെ യഥാർത്ഥമായ ശുശ്രൂഷ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ യഥാർത്ഥമായ ശുശ്രൂഷ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. You are taking that mantle here. നിങ്ങൾ ഇവിടെ നിന്ന് ആ പുതപ്പെടുക്കുകയാണ്. What is that mantle? ആ മാന്റിൽ എന്താണ്? ആ പുതപ്പ് എന്താണ്? Authority and power. അധികാരത്തിന്റെ ശക്തിയുടെ പുതപ്പ്.
We know the power of Elijah. നമുക്കറിയാം എലീശയുടെ അധികാരം എന്ന് നമുക്കറിയാം. But still it is not enough to save the nation. അത് കിട്ടിയിട്ട് പോലും ആ അധികാരം പോലായിരുന്നു രാജ്യത്തെ പിടിച്ചടക്കുവാൻ. That's why Elijah asked twice, double. അതുകൊണ്ടാണ് എലീശ എലീശയോട് പ്രാർത്ഥിച്ചത്, പറഞ്ഞത് എനിക്ക് ഡബിൾ പോർഷൻ, 2 ഇരട്ടി അഭിഷേകം വേണമെന്ന്. John 14:12, what Jesus said. യോഹന്നാൻ 14:14 പറയുന്നു. What Jesus said. യേശു എന്താ പറയുന്നത്? The person who believes in me ആരെ എന്നിൽ വിശ്വസിക്കുന്നു will do the same miracles I do. ആരെ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത അതേ അത്ഭുതങ്ങൾ ചെയ്യും. Greater than. അതിനേക്കാൾ അധികമായി ഞാൻ ചെയ്യുന്നതിന് അധികമായി അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യും. ആരെ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്നതും അതിൽ അപ്പുറമായി അധികമായി അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ ചെയ്തെടുക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ പറ. യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നിൽ കൂടെ യേശു വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും. Watch how Elijah used that prophetic office. എലീശയുടെ ആ പ്രവചന ഓഫീസ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 Kings chapter 19, 4 and 5. 1 രാജാക്കന്മാർ 19:4. Elijah said. എലീശ പറഞ്ഞു, Elijah പറഞ്ഞു. In 18 he brought a fire. 1 രാജാക്കന്മാർ 18 സ്വർഗ്ഗത്തിൽ തീ ഇറക്കി. Do you know Elijah's name? ഏലിയാവിന്റെ പേര്. Meaning of that Elijah. ഏലിയാവിന്റെ മീനിങ് പേരിന്റെ അർത്ഥം അറിയാമോ? That's what the people bowed down and said, the Yahweh is God. What the name of Elijah is Yahweh is the exalt Yahweh means Jehovah. Jehovah is God. ഏലിയാവിന്റെ മീനിങ്ങിന്റെ അർത്ഥം ദൈവം യഹോവ തന്നെ ദൈവം. ഏലിയാവിന്റെ മീനിങ്ങിന്റെ അർത്ഥം യഹോവ തന്നെ ദൈവം. Meaning of Elisha. എലീശയുടെ മീനിങ് എന്താ പറയാ? My God is my salvation. എന്റെ ദൈവം എന്റെ രക്ഷകൻ. എലീശയുടെ മീനിങ് എന്റെ ദൈവം എന്റെ രക്ഷകൻ, രക്ഷിതാവ്. Watch their lives. അവരുടെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. When Elijah stood, എലിയ നിന്നപ്പോൾ everyone bowed down and said Jehovah is God. Jehovah is God. ഏലിയാവിന്റെ മുമ്പിൽ എല്ലാവരും പറഞ്ഞു യഹോവ തന്നെ ദൈവം എന്ന് ഏലിയാവിന്റെ മുമ്പിൽ എല്ലാവരും പറയാനിടയായി. That means അതിന്റെ അർത്ഥം wherever you go, നിങ്ങൾ എവിടെ പോയാലും people will say ജനം പറയും Jesus is Lord, Jesus is Lord. ദൈവം തന്നെ യേശു തന്നെ കർത്താവ് എന്ന് നിങ്ങൾ എവിടെ പോയാലും ജനം പറയും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ കാണുമ്പോൾ ജനം പറയും യേശു തന്നെ ദൈവം എന്ന്, യേശു തന്നെ കർത്താവ് എന്ന്. Every knee shall bow, every tongue proclaim Jesus is the Lord. എല്ലാ വാവും പറയും, എല്ലാ മുട്ടുമടങ്ങും യേശു മാത്രം കർത്താവ് എന്ന്. Hallelujah. Hallelujah. What kind of person Elisha? എലീശ ഏത് തരത്തിലുള്ള ദേവദാസനായിരുന്നു? He's just a plower. അവൻ ഒരു കൃഷിക്കാരനായിരുന്നു. Maybe rich man. ഒരു വലിയ പൈസക്കാരനായിരുന്നു. Very very ordinary person. സാധാരണക്കാരനായിരുന്നു. Hallelujah. Hallelujah. Can I tell you good news? Hallelujah. ഞാനൊരു നല്ല കാര്യം പറയട്ടെ. The revival right now it's going to come. ഇപ്പൊ വരുന്ന ഉണർവ്, ഞാൻ വരാൻ പോകുന്ന ഉണർവ്, God will use those ordinary people. കർത്താവ് സാധാരണക്കാരാണ് ഉപയോഗിക്കാൻ പോകുന്നത്. Hallelujah. Hallelujah. You may think I'm an ordinary person. നിങ്ങൾ ചിന്തിക്കുക ഞാനൊരു സാധാരണക്കാരനായിരിക്കുമെന്ന്. What Elisha did? എലീശ എന്താ ചെയ്ത? He burned all the accessories which he was plowing, and he made a fast and followed Elijah. ഹല്ലേലൂയ. എന്തെല്ലാം അവൻ കയ്യിൽ അവൻ പിടിച്ചുകൊണ്ടിരുന്നു അതെല്ലാം അവൻ കത്തിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏലിയാവിന്റെ പുറകെ പോകാനിടയായി. The thing which you believe those things. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? Maybe you are earning like me. I'm earning 2 million every month. ഒരു വർഷം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 2 കോടി അല്ലെങ്കിൽ I used to earn 20 lakh rupees every month. ഒരു 20 ലക്ഷം രൂപ ഞാൻ എനിക്ക് വരുമാനം ഉണ്ടെന്നുള്ള ചിന്തിക്കുമായിരിക്കും. I left the business and I started ministry. ഞാൻ 20 ലക്ഷം രൂപ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി.
So you are going to burn all those things and you will follow your master. ആമേ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പുറകെ പോകുമ്പോഴാണ്. What is the meaning of Adonai? How many of you know that? അഡോണായി ഫയറിന്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? Master and the ruler. ആമേ മാസ്റ്റർ ആൻഡ് റൂളർ, അധികാരവും ആമേ ഗുരുവും, അധികാരവും ഗുരുവുമാണ് അഡോണൈൻ യജമാനൻ. You are a person with authority. ആമേ നീ ഒരു അധികാരമുള്ള മനുഷ്യനാണ്, നിങ്ങൾ അധികാരമുള്ള വ്യക്തിയാണ്. You are not an ordinary person. ആമേ നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു സാധാരണ വിശ്വാസിയല്ല. A God's kind. ആമേ A God's kind. ആമേ അത് ദൈവത്തിന്റെ ദയയാണ്, അത് ദൈവത്തിന്റെ ദയയാണ്. God's kind, I said. ആമേ ദൈവത്തിന്റെ രീതിയാണ്. Perfect. ദൈവത്തിന്റെ രീതിയാണത്. Say loudly, I am a God's kind. ആമേ ഞാൻ ദൈവത്തിന്റെ രീതിയിലാണ്. बोलना है आपको, ദൈവത്തിന്റെ രീതി. ആമേ ഞാൻ ദൈവത്തിന്റെ രീതിയിലാണ്, Hallelujah. ദൈവത്തിന്റെ വഴിയിലാണ്. ഞാൻ ദൈവത്തിന്റെ വഴിയിലാണ്, ഞാൻ ദൈവത്തിന്റെ വഴിയിലാണ്. Okay. Better tell in English only. I am a God's kind. ആമേ ഗോഡ്സ് वो समझ में आएगा ना? आया, वही आया, ठीक है ना? आया, हालेलुया. आया, क्योंकि पक्का आया। मलयालम समझ में नहीं आ रहा है, इसीलिए हिंदी नहीं तो इंग्लिश में चलाएंगे. हालेलुया. അച്ഛാ. So say loudly, I function like God. ആമേ ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും, ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും, बोलना है. ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും. बोलना है. വാ തുറന്ന് പറ, ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും, ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും. വാ തുറന്ന് പറ, ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കും. How you practice? Listen to me here. ആമേ എത്ര പേരെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? I am a God's kind. ആമേ ഞാൻ ദൈവത്തിന്റെ ഒരു ആമേ വഴിയിലാണ്, ഞാൻ ദൈവത്തിന്റെ വഴിയിലാണ്. Okay. ആമേ And I function ദൈവത്തെ പോലെയാണ്. I function like God. ആമേ ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നു. Right? After telling that, you need to say. You need to lie. You need ഞാൻ to do ദൈവത്തെ some പോലെയാണ്, ഞാൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാ തുറന്ന് ചിരിച്ചാട്ടെ. See, if you say I'm a God's kind, if you say like that, I'm a God's kind. What is the use of that? ഞാൻ ദൈവത്തിന്റെ പോലെയാണ്, ഞാൻ ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? Oh, munji se kuch nahi hota hai. ആമേ ഹല്ലേലൂയ. മോഹം ഞാൻ ദൈവത്തെ പോലെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ആമേ സന്തോഷത്തോടെ പറയണേ, ഞാൻ ദൈവത്തെ പോലെയാണ്, ഞാൻ ദൈവത്തിന്റെ വഴിയിലാണ്, ദൈവം പ്രവർത്തിക്കുന്നതോടെ ഞാൻ പ്രവർത്തിക്കും. See, if you are in the church, ആമേ നിങ്ങൾ ദേവസഭയിലാണെങ്കിൽ, maybe as a Christian, not in the church, as a Christian, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, if you are not enjoying the life, ആമേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആമേ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ, shall I tell you what is ആസ്വദിക്കുന്നില്ലെങ്കിൽ, the meaning of that? ആമേ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നില്ല, അതിന്റെ അർത്ഥം എന്താണ്? It's a crime. ആമേ അതൊരു പാപമാണ്, Crime. അതൊരു പാപമാണ്, Aparada, crime. Papa. തെറ്റാണ്, തെറ്റാണത്. IPC section crime. IPC ഇന്ത്യൻ പീനൽ കോഡ് without സെക്ഷൻ license. അത് തെറ്റാണ്. വിത്തൗട്ട് without ലൈസൻസ് license. ആമേ Jumping the signal. അപരാധമാണ്, അത് അപരാധമാണ്. If you are in the church, ആമേ നിങ്ങൾ സഭയിലാണെങ്കിൽ, enjoying. ആമേ നിങ്ങൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ, we consider it as a crime. ആമേ അത് അപരാധമാണ് ദൈവസന്നിധി. आपको पेनल्टी भरना पड़ेगा. ആമേ पेनल्टी भरना पड़ेगा. പെനാൽറ്റി ചെയ്തേ പറ്റത്തുള്ളൂ, പെനാൽറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവസഭയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. हाथ उठाते हुए കാര്യങ്ങൾ ഉയർത്തിയാണ്. ದೇವರ ಅಭಿಷೇಕ ಅದು ಬಲವಾಗಿ ಬರ್ತಾ ಇದೆ ಪ್ರಿಯರೇ. anointing is heavily falling here. ആമേ ശക്തമായ ഘനമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. खड़े हो जाइए. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, receive that anointing. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ ദൈവത്തിന്റെ അഭിഷേകം She will സ്വീകരിച്ചാട്ടെ. minister for 5-10 minutes. ആമേ ഹല്ലേലൂയ. 3-5 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആ ദൈവത്തിന്റെ ഘനമായ അഭിഷേകം സ്വീകരിച്ചാട്ടെ. Already impartation is happening here. ആമേ ആ ആത്മ പകർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അഭിഷേകത്തിന്റെ പകർച്ച ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ടെ. Do you know what is the impartation? ആമേ നിങ്ങൾക്കറിയാമോ പകർച്ച എന്താണ്? We four as a family here. ആമേ ഞങ്ങൾ 4 പേർ ഇവിടെ ഉണ്ട്. We are having a good ministry. ആമേ ഞങ്ങൾക്ക് നല്ല ശുശ്രൂഷയുണ്ട്. I will travel many states and many nations. ആമേ ഞാൻ പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. How many of you familiar about Matthew 10:41? ആമേ മത്തായി 10:41 എത്ര പേർക്ക് പരിചയമുണ്ട്? Who receives a prophet as a prophet? ആമേ ആര് ആമേ യേശു ഞാൻ സൽഗുണനാ പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ Who സൽഗുണ. receive prophet as prophet, he will receive the reward of a prophet.
നിങ്ങൾ പ്രവാചകനെ പോലെ സ്വീകരിക്കുമെങ്കിൽ, when you receive the prophet as a prophet, ആമേൻ, നിങ്ങൾ പ്രവാചകനെ പോലെ സ്വീകരിക്കുകയാണെങ്കിൽ, you will receive the reward of a prophet. ആമേൻ, പ്രവാചകന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. The impartation means what we have, good things will come over you. ആമേൻ, എന്ത് ഞങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങളിലേക്ക് പകരുകയാണ്. ആമേൻ, പകർച്ച. ഹല്ലേലൂയ. Already is happening here. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, അഭിഷേകത്തിന് പകർച്ച ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാപിച്ചേറ്റെടുത്തോ. ಇವತ್ತು ಯೇಸು ಸ್ವಾಮಿ ಬಂದಿರೋದು ಯೇಸಪ್ಪನ ಮೇಲೆ ಏನು ಅಭಿಷೇಕ ಇತ್ತು ಅದೇ ಅಭಿಷೇಕ ನಿಮಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಮಾಡಕ್ಕೆ ಬಂದಿರೋದು. Today Jesus is standing here. യേശു നമ്മുടെ മധ്യത്തിലുണ്ട് ഇപ്പോൾ. He wants you all to be anointed like him. ആമേൻ, യേശു ഇവിടെ ഉണ്ട്. യേശു എങ്ങനെ യേശുവിന്റെ മേൽ ഉണ്ടായിരുന്ന അതേ അഭിഷേകം നിങ്ങളുടെ മേലും പകരുവാൻ യേശു ആഗ്രഹിക്കുന്നു ഇവിടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅಲ್ಲ ಲಾಸ್ಟ್ ಬ್ಲೂ ಶರ್ಟ್ ಬ್ರದರ್ ದೇವರು ನಿಮ್ಮ ಪರಿಸ್ಥಿತಿಯನ್ನು ಚೇಂಜ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ആമേൻ, ആ blue shirt ഇട്ട brother. Come friend. ആമേൻ, മുമ്പോട്ട് വന്നു. God is changing his status. ಪಿಂಕ್ ಕಲರ್ ಯಾರು ವೇಲ್ ಹಾಕಿದ್ದಾರೆ ಸಿಸ್ಟರ್ ನಿಮ್ಮ ಮನಿ ಯಾರ್ದೋರ್ದು ಹಿಂಗಡೆ ಎತ್ತಿದಾರಲ್ಲ. ആമേൻ, brother മുമ്പോട്ട് വന്നു. Pink color sister, pink color. ಹಿಂಗಡೆ ವೇಲ್ ಹಿಂಗಡೆ ಹಾಕಿದಾರಲ್ಲ. ಪಕ್ಕ ನಿಮಗೆ ಮಿರಾಕಲ್ ಮನಿ ಬರ್ತದೆ. Financial miracle. ആമേൻ. Financial miracle for you. ആമേൻ, ഒരു ആമേൻ, ഹല്ലേലൂയ, അത്ഭുതകരമായ ആമേൻ സാമ്പത്തിക നന്മകൾ കർത്താവ് തരാൻ പോകുന്നു. Your status are changing. നിങ്ങളുടെ Oh, already she said. ದೇವರು ನಿಮಗೆ ಏನೇನು ಕಳ್ಕೊಂಡಿದ್ರಿ ನಿಮಗೆ ವಾಪಸ್ ಬರುತ್ತೆ. Hallelujah. ಅನೇಕ ಚಿಂತೆಗಳಲ್ಲಿ ನೋವು Whatever you lost is coming back. ಅನೇಕ ನೋವು ಚಿಂತೆಗಳು ನಷ್ಟಪಟ್ಟು ಅದೆಲ್ಲ ಮಡಗಿ ವರಿക. ಮಾಡ್ತಾ ಇದ್ದಾರೆ ನಿಮ್ಮನ್ನ. God is healing your body. ആമേൻ, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയാണ് നിന്റെ ശരീരത്തെ. And God is healing worries are going ആമേൻ, out. നിങ്ങളുടെ എല്ലാ ചിന്തകളും വ്യാകുലങ്ങളും കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ಬೇರೆ ಲೋಕದಲ್ಲಿ ನೋಡ್ಬೇಕಾದ್ರೆ ನಿಮ್ಮ ನೋಡ್ತಾರೆ ಇವ್ರಿಗೆ ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅಂತ ಹೇಳ್ತಾರೆ. ಬಟ್ ನಿಮ್ಮ ಪರಿಸ್ಥಿತಿಗಳು ದೇವರು ಅದನ್ನ ಅರ್ಥ When ಮಾಡ್ಕೊಂಡು people look to you, they think you are a very strong, wealthy person, Amen. but you know what you are passing through. ആമേൻ, പുറത്തുള്ള മനുഷ്യർ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര വെൽത്തിയാണ്, നല്ല സ്ട്രോങ് ആണ് എന്ന് അവർ പറയുമ്പോൾ തന്നെ ಇದೇ ಪಟ್ಟಣದಲ್ಲಿ ಇದೇ ಜನಗಳು ನಿಮ್ಮ ಬಗ್ಗೆ ಸಾಕ್ಷಿ ಇದ್ದಂಗೆ ದೇವರು ತನ್ನ ಮಹಿಮೆನ ಪಡಿಸ್ಕೊಳ್ತಾರೆ. Same city, same people will applaud you. The day will come. ആമേൻ, ಭಯಂಕರವಾದ ದೇವರ ಕಾರ್ಯ ಸಂತೋಷ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಫ್ಯಾಮಿಲಿ ಅದು ಆವರಿಸಿಕೊಳ್ಳಲಾಗಿರ್ತದೆ. Amen. Heavy anointing over your family. ആമേൻ, ഒരു അഭിഷേകം എല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാം കടന്നു വരികയാണ്. ಎಸ್ ನಿಮಗೆ ತುಂಬಾ ಮನಿ ಅವಶ್ಯಕತೆ ಇದೆ ಸಿಸ್ಟರ್. ನಿಮಗೆ You need a money. ആമേൻ, നിനക്ക് ധനം ആവശ്യമുണ്ട്. Desperately you need the money. ആമേൻ, ഭയങ്കര ആമേൻ നിരാശയോടെ നീ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ಕೂಡ್ಸಿಡಕ್ಕೆ ಹೋದ್ರು ಅದು ಉಳಿತಾ ಇಲ್ಲ, ಎಲ್ಲ ಖಾಲಿ ಆಗ್ತಾ ಇದೆ. You try to collect, but it is somehow it will disappear. ആമേൻ, നീ ഭയങ്കര ബുദ്ധിമുട്ടി അത് ആമേൻ സമ്പാദിക്കുമ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. ಬಟ್ ಇನ್ನ ಉಳಿಯಂಗೆ ದೇವರು ಕಾರ್ಯ ಮಾಡ್ತಾರೆ. But you will save the money from today. ആമേൻ, ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക ഉയർച്ച ആമേൻ സാമ്പത്തികമായ ഉയർച്ച കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോകാത്ത ധനം കർത്താവ് നിനക്ക് തരികയാണ്. ಏಸಪ್ಪ ನಿಮ್ಮನ್ನ ತುಂಬಾ ಪ್ರೀತಿ ಮಾಡ್ತಾರೆ. ನಿಮ್ಮನ್ನ God loves you so much. യേശു നിന്നെ അധികമായി സ്നേഹിക്കുന്ന സഹോദരി. ನಿಮಗೂ ಏಸಪ್ಪನ ಕಂಡ ಪ್ರೀತಿ ಇದೆ ನಿಮಗೆ. You also love God too ആമേൻ, much. നീ സഹോദരി നീയും യേശുവിനെ അധികമായി സ്നേഹിക്കുന്നു. ಇನ್ನು ಜಾಸ್ತಿ ದಿನ ಇಲ್ಲ, ಬೇಗನೆ ಶೀಘ್ರವಾಗಿ ದೇವರ ಮಹಿಮೆ ನೋಡಂಗೆ ದೇವರು ಕಾರ್ಯ ಮಾಡ್ತಾರೆ. It won't take too long. Soon you will be getting that financial breakthrough. ആമേൻ, വളരെ ദീർഘകാലം കാത്തിരിക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ആ സാമ്പത്തിക നന്മകൾ കർത്താവ് നിന്റെ കൈ തരാൻ പോവുകയാണ്. ആ ഉയർച്ച തരാൻ പോവുകയാണ്. Okay, is that true that what about their people? Is that true about you what God is revealing? സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാ. ഇതേ പ്രവചനമാ പയൂഷ് പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വന്നപ്പോഴും പ്രാർത്ഥിച്ച് പറഞ്ഞത്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಪಯೂಷ್ ಪಾಸ್ಟರು ಹೋದ ವಾರ ನಮ್ಮ ಮನೆ ಬಂದಿದ್ರಲ್ಲಿ ಬೆಂಗಳೂರಿಗೆ. ಆಗಲೂ ಇದೇ ಪ್ರವಚನ ಹೇಳಿದ್ರು ಅವರು, ನೀವು ಅದನ್ನೇ ಹೇಳಿದ್ರಿ. ದೇವರಿಗೆ ಮಹಿಮೆ ಬೇಗನೆ ನೆರವೇರುತ್ತೆ ಎಲ್ಲ ಅದು. ദൈവത്തിന്റെ മഹത്വം. ശരിയാണ് ശരിയാ. ഹല്ലേലൂയ. ഉണ്ട്. എന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല, പറയാൻ എനിക്ക് മനസ്സിലാകാതെ പോലെ ഉണ്ട്. മലയാളിയാണ്. ಹಲ್ಲೆಲೂಯಾ. ದೇವರು ನಿಮ್ಮ ಒಬ್ಬೊಬ್ಬರ ಜೀವಿತದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಪ್ರಿಯರೇ. Each and everyone, God will work great things in your life. Jesus.
Okay. Job, regarding job of her son. Comfort. What is his name? Bete ka naam kya? Father, the Sudit, in the name of Jesus, tomorrow by this time, Daddy, ആമേൻ. നാളെ ഈ സമയത്ത് let him receive this job in the ആമേൻ. name നാളെ ഈ of സമയത്ത് Jesus. യേശുവിന്റെ നാമത്തിൽ Whatever ജോലി you കിട്ടട്ടെ. lost will be restored in 1,000 times. ആമേൻ. എന്തെല്ലാം നഷ്ടപ്പെട്ടു അത് 100 ഇരട്ടിയായിട്ട് Not only money, ആമേൻ പുനഃസ്ഥാപിക്കട്ടെ. Joy, health, everything which you ആമേൻ. lost. സന്തോഷം, സമാധാനം, ആരോഗ്യമെല്ലാം പുനഃസ്ഥാപിക്കപ്പെടട്ടെ ജീവിതത്തിൽ, കുടുംബത്തിൽ. Say, many people here, you lost the relationship with the many relatives. Amen. Will be rejoining. ആമേ ഇവിടെ ഇരിക്കുന്ന പലരും ആമേ ബന്ധുക്കളുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ ബന്ധങ്ങളെല്ലാം കർത്താവ് പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. Whatever enemy is stolen, ആമേ ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയത് it will be restored. ആമേ അത് പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. So what measure Jesus said? യേശു എന്താ പറഞ്ഞത്? 100 measure. ആമേ 100 മടങ്ങ്. And in many fold. പല മടങ്ങുകൾ. Right? Double fold. 1000 1000 ഇരട്ടി, According to your 2 ഇരട്ടി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് മടക്കി കിട്ടും. എത്ര പേർ വിശ്വസിക്കുന്നു? That means non-stop. ആമേ അതായത് Non-stop it has to be restored. ആമേ നിൽക്കാതെ നന്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. Say. ഹല്ലേലൂയ. അതിനൊരു സ്റ്റോപ്പില്ല. Say loudly. Whatever I lost. ആമേ നിങ്ങൾ Hallelujah. നിങ്ങൾ വാദോണ്ട് എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം യേശു 100 ഇരട്ടിയായിട്ട് 1000 ഇരട്ടിയായിട്ട് മടക്കി തരുന്നു. വാദോർന്ന് പറ. എന്തെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം 100 ഇരട്ടി 1000 ഇരട്ടി മടക്കി തരും. വാദോർന്ന് പറ. യേശുവിന്റെ നാമത്തിൽ The thief. പറ. Thief which has stolen. ശത്രു മോഷ്ടിച്ചോണ്ട് പോയത്, കള്ളൻ മോഷ്ടിച്ചോണ്ട് പോയത് എന്റെ യേശു 100 ഇരട്ടിയാ 1000 ഇരട്ടിയായിട്ട് കർത്താവ് മടക്കി തരുന്നു. വാഗോന്ന് പറ. Listen to me carefully. ശ്രദ്ധിച്ചു കേക്ക്. Not only finance. സാമ്പത്തികം മാത്രമല്ല, The thief, whichever time and the health, money, whatever is stolen, കള്ളൻ he is coming back. ധനം മാത്രമല്ല, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചതെല്ലാം കർത്താവ് 100 ഇരട്ടിയായിട്ട് മടക്കി തരും. ഹല്ലേലൂയ. How it works? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെങ്ങനെയാ സംഭവിക്കുന്നത്? Ask me how it works, Pastor. അതെങ്ങനെയാ സംഭവിക്കുന്നത്? We are the authoritative people. ഞങ്ങൾ അധികാരം പ്രാപിച്ചവരാണ്. We are the authorized people from heaven. ദൈവത്താൽ നിയോഗപ്പെട്ടവരാണ് ഞങ്ങൾ. Maybe in your panchayat member will say how it works, But when Pinarayi come and he speaks something, it is the authority authenticated. പഞ്ചായത്തിലെ മെമ്പർ പറയുന്നു ഒരു കാര്യം പറഞ്ഞിട്ട്, എന്നാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും ആ പഞ്ചായത്ത് മെമ്പറും പറയുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. So we are the authority of heaven. ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അധികാരം പ്രാപിച്ചവരാണ്. ദൈവത്തെ നിയോഗപ്പെട്ടവരാണ്. Now you say now. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറയാ. Whatever I lost. നിങ്ങൾ പറ. Time. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ? സമയം, പൈസ, health, ആരോഗ്യം, properties. സാമ്പത്തികം. Say it is coming manifold. അതെല്ലാം എന്റെ ജീവിതത്തിലേക്ക് 100 ഇരട്ടി മടങ്ങി വരികയാണ്. സമയം, ആരോഗ്യം, പണം, സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു പോയത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരിക. നിങ്ങൾ പറ. വാതുറന്ന് പറ. എന്റെ സമയം ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയത്, എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത്, എന്റെ സ്ഥലങ്ങൾ, എന്റെ കെട്ടിടങ്ങൾ ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയത് യേശു എനിക്ക് 100 ഇരട്ടി മടക്കി തരിക. വിശ്വസിക്കുക. Black dress. Pedro, black dress. Black dress ഇട്ട് sister. You only. You only. God is restoring you. കർത്താവ് നിന്നെ അല്ല You only.
നിങ്ങളെ God പുനഃസ്ഥാപപ്പെടുത്തുക. is restoring you. ദൈവം നിങ്ങളെ പുനഃസ്ഥാപപ്പെടുത്തുകയാണ്. The joy will come back. ആമേ നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി You വരികയാണ്. are a good person. നിങ്ങൾ നല്ല നല്ല Very good സഹോദരിയാണ്. person. വളരെ നല്ല മനുഷ്യ ആമേ സഹോദരിയാണ്. The restoration is coming back to you. ആമേ പുനഃസ്ഥാപനം നടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. The joyful soul will flourish. ആമേ ആമേ ആ സന്തോഷകരമായ ജീവിതത്താൽ നിങ്ങൾ നിറയാൻ പോവുകയാണ്. Don't worry what the people said and what the people said. ആമേ നീ അതിനെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയുന്നു, ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു നീ വിചാരപ്പെടരുത്. Suffer before the enemy. Suffer before the enemy. ആമേ ശത്രുവിന്റെ മുമ്പിൽ നീ ലയിച്ചു പോകത്തില്ല. Suffer before the enemy, I said. Suffer. Suffer. Khana. Oh, शत्रु के सामने खाना. ആമേ ശത്രുക്കളുടെ മുമ്പിൽ കത്താ മേശ ഒരുക്കും. ശത്രുക്കളുടെ മുമ്പിൽ കത്താ മേശ ഒരുക്കും. Suffer before the enemy, I said. ആമേ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും. Hallelujah. ശത്രുക്കളുടെ മുമ്പിൽ കത്താ നിനക്ക് മേശ ഒരുക്കും. ದೇವರು ಅದನ್ನೇ ಹೇಳ್ತಿದ್ರೆ ಸಭೆ ಬಂದು ಇದು ಮಿಲಿಟರಿ ತರ ಇದು. Amen. This church is like a military. ഈ സഭ ഒരു സൈന്യമാണ്. ഈ സഭ ഒരു സൈന്യത്തെ പോലെയാണ്. ಪಾಲಿಸಿಗೂ ಮಿಲಿಟರಿಗೂ ಲಾಟ್ ಆಫ್ ಡಿಫರೆನ್ಸ್ ವ್ಯತ್ಯಾಸ ಇದೆ. There is a lot of difference between police and the military. ഹല്ലേലൂയ. ഈ സഭ ഒരു സൈന്യത്തെ പോലെയാണ്. ಪೊಲೀಸ್ ಕಳ್ಳನ್ ಹಿಡಿದ್ರೆ ಅವನು ಕೋರ್ಟಿಗೆ ಕೊಟ್ರೆ ಅವನು ಏನ್ ತಗೊಂಡು ಬೇಲ್ ತಗೊಂಡು ವಾಪಸ್ ಬರ್ತಾನೆ ವಾಪಸ್ ಅವನು. When the thief police caught, somehow he will escape. ആമേൻ. In the court, they will take a bail and he will escape. ആമേൻ. പോലീസ് പിടിച്ചാൽ കള്ളനെ പോലീസ് പിടിച്ചാൽ അവൻ ജാമ്യം മേടിച്ചിട്ട് രക്ഷപ്പെട്ടു പോകും. ബട്ട് മിലിറ്ററി ആത്ര അല്ല അല്ലേ. But military, you cannot escape from the ആമേൻ. military. എന്നാൽ ആമേൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. ഹല്ലേലൂയ. Say loudly, I am in the military church. Say loudly, I am in the military church. ആമേൻ. അത് ഈ ചർച്ച് ഒരു ആമേൻ ഒരു മിലിറ്ററി ചർച്ചാണ്, ഒരു സൈന്യമാണ്. No, आपको बोलना है. You should say, I am in the military church. You should say that. നിങ്ങൾ പറ ഇത് മിലിറ്ററി ചർച്ചാന്ന് പറ. ഓർക്ക പറ ഒരു മിലിറ്ററി ചർച്ച്. You will have a mega church here. Mega church here. Do you know mega church members? How many numbers? ആമേൻ. ഒരു മെഗാ ചർച്ച് എന്ന് പറയുന്ന ഒരു വലിയ സഭ എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സ് ആണെന്ന് Which we എനിക്കറിയാം. call mega church. How many members do you know? ആമേൻ. Minimum 1 million. ആമേൻ. 1 million, 10 lakhs. 10 lakhs. ആമേൻ. ഒരു മെഗാ ചർച്ച് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം ആൾക്കാരുള്ള ചർച്ചാണ്. ആമേൻ. That's why we call mega church. ആമേൻ. അതിനെയാണ് ആമേൻ മെഗാ ചർച്ച് എന്ന് പറയുന്നത്. आपको हमें हमें हालेलुया नहीं बोलना है. ऐसा बोलना है. आपको बोलना है. हंसना है बस. ആമേൻ. 10 ലക്ഷം ആൾക്കാരുടെ ചർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. Maybe that day you prayed or not, read the Bible or not, don't worry. ആമേൻ. നിങ്ങൾ ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. But you are smiling and joyful. ആമേൻ. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ ചിരിയും Enemy cannot come there. ആമേൻ. ശത്രുവിന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. സന്തോഷവും ചിരിയും ശത്രു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. For smile, chiriyo, right? ആമേൻ. ആദ്യം നിങ്ങൾ ഒന്ന് For ചിരിച്ചാൽ smile means chiriyo. സ്മൈൽ ചിരി. Chiri. Tell that person chiri. ആമേൻ. അടുത്തിരിക്കുന്നവരോട് ഒന്ന് ചിരിക്കാൻ പറ. ഒന്ന് ചിരിച്ചോണ്ടിരിക്കാൻ പറ. Hallelujah. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ചിരിച്ചു കാണിച്ചേ. ഹല്ലേലൂയ. ಅದೇ ಏಸಪ್ಪ ಹೇಳ್ತಾರೆ ಮಿಲಿಟರಿ ಅಂತ ಹೇಳಿದ್ರೆ ಅವನು ಏನ್ ಮಾಡ್ತಾನೆ ವೈರಿನ ಎಲ್ಲ ಬ್ಲಾಸ್ಟ್ ಮಾಡಾಕ್ತಾನೆ. Amen. ಉಳಿಸಲ್ಲ. The military will blast the enemy. ಆಮೇನ್. ಅದನ್ನೇ ದೇವರು ಹೇಳಿದ್ದು 2 ಪೂರ್ವಕಾಲದ ವೃತ್ತಾಂತದಲ್ಲಿ ಯೆಹೋಷಾಫಾಟನಿಗೆ ಮಾಡಿದ್ದು ವೈರಿ ಒಬ್ಬ ಜೀವಂತ ಉಳಿಲ್ಲ. ನೆಕ್ಸ್ಟ್ ಒಬ್ಬೊಬ್ರು ದೇವರು ಅದನ್ನೇ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮಾಡುವಂತದ್ದು. 2 Chronicles chapter 20. How God used Jehoshaphat. ആമേൻ. യഹോശാഫാത്തിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു. And he received that spoil. ആമേൻ. അത് എങ്ങനെ ആമേൻ അത് ആ ദൈവത്തിൽ 3 days spoil. ആമേൻ. 3 days spoil they collected. ആമേൻ. 3 ദിവസം കൊണ്ട് കൊള്ള പങ്കിട്ടു. കൊള്ള പങ്കിട്ടു. Hallelujah. In Kannada we call kolle. മലയാളത്തിൽ കൊള്ള എന്ന് പറയുന്നത്. In Kannada we say kolli idu kolle etko. Kolli gotta kolli idu kolle etko. ಏನು ತಮಿಳಲ್ಲಿ ಮಲಯಾಳಮಲ್ಲಿ ಏನು? ആമേൻ. ആമേൻ. in പിടിച്ചിട്ട് കൊള്ളയിടും. ശത്രുവിനെ പിടിച്ചിട്ട് കൊള്ളയിടും. Okay. Say it in Kannada. kolli idu kolle etko. പറ. കൊള്ളയിടും കൊള്ളയിട്ടു. ಹೇಳಿ ಕೊಳ್ಳಿ ಇಡು ಕೊಳ್ಳೆ ಎತ್ಕೋ. കൊള്ളയിട്ടു. Hallelujah. Hallelujah. ಅದನ್ನೇ ಏಸಪ್ಪ ಹೇಳ್ತಿರೋದು ನೀವು ಇನ್ಮೇಲೆ ಅಳಲ್ಲ ನಿಮ್ಮ ಫ್ಯಾಮಿಲಿಗೋಸ್ಕರ. Amen. You are not going to cry anymore. ആമേൻ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അറിയത്തില്ല. ನೀವು ಎದ್ದು ನಿಂತಬೇಕಾದ್ರೆ God has wiped your tears. ആമേൻ. കർത്താവ് നിങ്ങളുടെ കണ്ണുനീരെ തുടച്ചു മാറ്റി കഴിഞ്ഞു. ನೀವು ಎದ್ದು ನಿಂತಾಗ ವೈರಿಗಳ ಬಲ ಮುರಿಯಲ್ಪಡುತ್ತದೆ.
When you stand firm, enemy will run. ആമേൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശത്രു ഓടിപ്പോകും. Say, listen here. When devil comes, how many places you see? Pray. How many times you see? ആമേൻ. ശത്രു വരുമ്പോ പിശാച് വരുമ്പോ നിങ്ങൾ എത്ര പ്രാവശ്യം പേടിച്ചിട്ടുണ്ട്? Never it is written. Resist the devil, he will flee. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ശത്രുവിനോട് എതിർത്ത് നിൽപ്പീൻ. Amen. എന്നാ That നിങ്ങൾ അവനെ വിട്ട് ഓടിപ്പോകും. That means don't touch my child. ആമേൻ. നിങ്ങൾ അവിടെ ശത്രു വരുമ്പോൾ നിങ്ങൾ ശത്രു മുമ്പിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. ശത്രുവിന് മുമ്പിൽ ഉറച്ചു നിൽക്കണം. You have no authority over my family. ആമേൻ. നീ പറയണം ശത്രുവേ എന്റെ കുടുംബത്തിന്റെ മേൽ അധികാരമില്ല എന്ന് നീ വാതുറന്ന് പറയണം യേശുവിന്റെ നാമത്തിൽ. Witchcraft never influence over my family. ആമേൻ. ആഭിചാരത്തിന് എന്റെ കുടുംബത്തെ ആമേൻ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. വാതുറന്ന് പറയണം. No witchcraft over my family. ആമേൻ. അഭിചാരത്തിന് എന്റെ മേൽ എന്റെ കുടുംബത്തിന് മേൽ അധികാരമില്ല. Witchcraft. ജാദു. No witchcraft over my family. ആമേൻ. അഭിചാരത്തിന് എന്റെ കുടുംബത്തിന് മേൽ അധികാരമില്ല. അഭിചാരത്തിന് എല്ലാരും പറ അഭിചാരത്തിന് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ಅದೇ ಈ ಪಾಸ್ಟರ್ ಸಭೆ ಪಾಸ್ಟರ್ಗೆ ಅದೇ ಇಷ್ಟ. ನನ್ನ ಮಕ್ಕಳು ಎಲ್ಲರೂ ಎದ್ದೇಳಬೇಕು ಫೈರ್ ಆಗಿ ಅಂತ ಬಹಳ ಇಷ್ಟ ಅವರಿಗೆ. Pastor desire is to you should rise up. ആമേൻ. ദൈവത്തിന്റെ ആഗ്രഹം കർത്താവിന്റെ ദാസന്റെ ആഗ്രഹം നിങ്ങൾ ആമേൻ തീയിൽ വളരണം. ಅದಕ್ಕೆ ಏಸಪ್ಪ ಹೇಳ್ತಿದ್ರೆ ತನ್ನ ದೇವರ ಆತ್ಮ ಏನಿತ್ತು ಎಲ್ಲದಕ್ಕೂ ಅಧಿಕಾರ ಏಸಪ್ಪ ಎಲ್ಲ ಕ್ಯಾಪ್ಟನ್ ಆಗಿದ್ದಾರೆ. ನಮ್ಮನ್ನೀಗ ರೆಡಿಯಾಗಿ ಸೇವಕ ನಮ್ಮನ್ನ ಸೈನಿಕರು ಆಡ್ ಮಾಡಿ ಈಗ ದೇವರು ತನ್ನ ಮಹಿಮೆನ ಪ್ರಕಟ ಮಾಡಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದಾರೆ. God's army, you are the soldiers, you are the captains. ആമേൻ. ദൈവം എന്നോട് പറയുന്നു നിങ്ങൾ സൈന്യങ്ങളാണ്, പട്ടാളക്കാരാണ്, നിങ്ങൾ ക്യാപ്റ്റൻസ് ആണ്. പറ ഞാൻ ക്യാപ്റ്റൻസ് ആണ്, ഞാൻ പട്ടാളക്കാരനാണ്. ആമേൻ. ದೇವರಿಗೆ ಅದನ್ನೇ ಎಲ್ಲ ಕೈಗಳ ಮೇಲೆ ತನ್ನ ದೇವರ ಸ್ಪೆಷಲ್ കരങ്ങൾ ഉയർത്തിയാട്ടെ. ಎಲ್ಲರಿಗೂ ತುಂಬಾ ಇಷ್ಟ, ದೇವರಿಗೂ ಬಹಳ ಇಷ್ಟ. ಅದೇ ಏಸಪ್ಪ ಹೇಳ್ತಿದ್ರೆ ನಾನು ಏನಿದ್ದೀನಿ ದೇವರು ಅದನ್ನೇ ಸೃಷ್ಟಿ ಮಾಡಿದ್ದು. ನನ್ನ ತರ ನಮ್ಮ ತರ ದೇವರ ತರ ನಮ್ಮನ್ನ ಸೃಷ್ಟಿ ಮಾಡಿರೋದು. Hallelujah. ಈಗ ಅದೇ ಅಧಿಕಾರನ ಏಸಪ್ಪ ಏನೇನ್ ಮಾಡಿದ್ರು ಅದೇ ಪವರ್ ನೀವು ಯೂಸ್ ಮಾಡಬೇಕು. Yes. How God used the authority, you should use that authority. ആമേൻ. ആമേൻ. ദൈവം തന്ന അധികാരം നിങ്ങളെടുത്ത് ഉപയോഗിച്ചാട്ടെ. അധികാരത്തോടെ പറയണം. ഹല്ലേലൂയ. Yes, thank you daddy, thank you, wonderful daddy. യേശുവേ നന്ദി. അഭിഷേക രാജ, അഭിഷേകപ്പ. Yes, എല്ലാ അതിശയത്തിനും നന്ദി. മഹിമ glory. കർത്താവേ സ്തോത്രപ്പ. വാതുറന്ന് പറ സ്തോത്രം. ഹല്ലേലൂയ. Open your mouth. Open your mouth. വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുനാമത്തിൽ നിറയട്ടെ. Receive the fullness of God. ആമേൻ. കർത്താവിന്റെ ആമേൻ പൂർണ്ണതയാൽ നിറയട്ടെ. യേശുവിനാൽ നിറയട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തീയാൽ നിറയട്ടെ. സ്വർഗ്ഗീയ തീയാൽ നിറയട്ടെ. യേശുവിന്റെ തീയാൽ നിറയട്ടെ. സ്വർഗ്ഗീയ തീയാൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ. Open your mouth. വാതുറന്ന് പറ. ആരും വാടച്ചുടിക്കുക. വാതുറന്ന് പറ. ഹല്ലേലൂയ. God is filling you. Open your mouth. ആമേൻ. കർത്താവിനോട് വാതുറന്ന് പറ. ദൈവം എന്നെ നിറയ്ക്കുകയാണ്. കർത്താവിനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കുക. വാതുറന്ന് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ. Overflowing anointing. Receive. ഹല്ലേലൂയ. അളവില്ലാത്ത അഭിഷേകം, നിറയുന്ന അഭിഷേകത്താൽ നിറയട്ടെ. Deliver. യേശുവിന്റെ നാമത്തിൽ. Be delivered. ആമേൻ. വിടുതൽ പ്രാപിക്കട്ടെ. You are not in bondage. വിടുതൽ പ്രാപിക്കട്ടെ. Be free. യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. His son set you free. യേശുനാമത്തിൽ You വിടുതൽ shall be പ്രാപിക്കട്ടെ. free indeed. യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Jesus is setting you free. യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Duma Raka. Jesus is setting each and everyone free here. ആമേൻ. യേശു ഓരോരുത്തരെ സൗഖ്യമാക്കിക്കോ. വിടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. Open your mouth. വാതുറന്ന് സ്തുതിക്കുക. വാതുറന്ന് പറ. യേശുവിനെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതുറന്ന് പറ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. Say, I will never be frustrated. ആമേൻ. നീ ഒരിക്കലും മാനസിക സംഘട്ടനങ്ങൾ വരരുത്.
Say loudly, I never be frustrated. ആമേ ഞാൻ ഒരിക്കലും മാനസികമായ സംഘടനകളിൽ പോകത്തില്ല. Whatever the things, എന്ത് സംഭവിച്ചാലും I will rise up. ആമേ എന്ത് സംഭവിച്ചാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും. Amen. ആമേൻ. Thank you, Master. Yes, the import still is happening. യേശുവിന്റെ നാമത്തിൽ അത് ഇമ്പാർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. The worries, God is removing. ആമേൻ. ആമേൻ. വേവലാതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ, വ്യാകുല ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Inner hurts are living now. Inner hurts. ആമേൻ. ആന്തരികമായി സൗഖ്യം കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആന്തരികമായി മുറിവുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. Close your eyes. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Keep your one hand upon your chest. ആമേ ഒരു നിങ്ങളുടെ കരം ആമേ ഹൃദയഭാഗത്ത് വെച്ചാട്ടെ. Those inner hurts we heal. ആമേ ഹൃദയത്തിന്റെ മുറിവുകൾ വന്നവരെല്ലാവരും ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചാട്ടെ. Some people you are offended easily. You will be offended. ആമേ നിങ്ങൾ പലരാലും ചിലപ്പോൾ നിങ്ങൾ പീഡിക്കപ്പെട്ടവരായിരിക്കാം. If somebody says something against you, you will be offended. ആമേ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അഫക്റ്റ് ചെയ്തവരായിരിക്കാം. Now it will never happen again. ഒരിക്കലും ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ പെട്ടെന്ന് അഫക്റ്റ് ആകത്തില്ല. നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകത്തില്ല. The inner hurts are living now. ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് ആ മുറിവുകളും ആ ഭാഗങ്ങളെല്ലാം കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. White and white now. Your heart is white and white now. ആമേൻ. യേശുനാഥ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. Now keep your hand upon your brain here. ആമേൻ. കർത്താവ് തലയിലോട്ട് കൈവച്ചാട്ടെ. And the brain will be also be to Romans 12:1 and 2. ആമേൻ. നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ Romans 12:1 and 2 ശക്തിയാൽ നിറയാണ്. Romans 12:1 and 2. Be renewed in your mind. റോമക്കാർക്ക് 12:1 പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുകയാണ്. ചിന്തകൾ രൂപാന്തരപ്പെടുകയാണ്. മനസ്സ് രൂപാന്തരപ്പെടുകയാണ്. പുതുക്കൽ നടക്കുകയാണ് മനസ്സിൽ, ചിന്താ മണ്ഡലങ്ങളിൽ. Some people having a battle here. ആമേ ചിലരുടെ ആമേ തലയിൽ രണ്ട് ഭാഗത്തും ആമേ ഒരു പ്രഷർ, ഒരു യുദ്ധം നടക്കുകയാണ്. Especially about your children. ആമേ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Now it is changing to Christ's mind now. ആമേ അത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. God is taking over your children's responsibility. ആമേ നിങ്ങളുടെ മക്കളുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ആമേ യേശു ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. Yes, the responsibility has been taken over. ആമേ അത് എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകുകയാണ്. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകുക. Jesus is telling they're my children. ആമേ യേശു പറയാണ് അവർ നിങ്ങളുടെ മക്കൾ എൻ്റെ മക്കളാണ്. Don't worry about them. ആമേ നിങ്ങൾ പറ എൻ്റെ മക്കൾ യേശുവിന്റെ മക്കളാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്താവ് ചെയ്യുകയാണ്. ആമേ. Now lift your both hands now. ആമേ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. Lift your both hands and close your eyes. ആമേ രണ്ട് കരങ്ങൾ I am ഉയർത്തിയാട്ടെ. delivered. ആമേ നിങ്ങൾ പറ ഞാൻ വിടുവിക്കപ്പെട്ടു. I never been in bondage. ഞാൻ ഒരിക്കലും ആ അടിമത്തത്തിലേക്ക് പോകത്തില്ല. There is no such a thing frustrate me. ആമേ ഒരു കാര്യങ്ങൾക്കും എന്നെ മാനസിക സംഘടനകളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. I am an overcomer. ഞാൻ ഒരു ജയം പ്രാപിച്ചവനാണ്. I am more than a conqueror. ആമേ ഞാൻ ജയം പ്രാപിച്ചവനാണ്. 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 യേശുവിന്റെ നാമത്തിൽ പറ എല്ലാം. ആമേ ഞാൻ ജയം പ്രാപിച്ച, ഞാൻ സൗഖ്യമായി. പറ ഞാൻ സൗഖ്യമായി. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജയം പ്രാപിച്ചവനാണെന്ന് പറ യേശുവിന്റെ നാമത്തിൽ. Lift your hands. കൈകൾ ഉയർത്തിയാട്ടെ. Still it is not over. ആമേ. Hardly begin. ആമേ. It is not over. ആമേ ശുശ്രൂഷ തുടങ്ങിയിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല. Still we are not yet begin. Remember. ആമേ ഞങ്ങൾ ഇപ്പോ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. Are you happy with this? നിങ്ങൾ ഇതിൽ സന്തോഷവാനാണോ? Amen. But the time is for us given was only 1 o'clock. ഹല്ലേലൂയ. 1 മണിയാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത്. 1 o'clock you have to go back, Pastor said. ആമേ പാസ്റ്റർ പറഞ്ഞു 1 മണിക്ക് തിരിച്ചു പോകണം. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 1:15 He already told us. ആമേ ഓൾറെഡി 1:15. But we hardly began here. ആമേ നമ്മൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ശുശ്രൂഷകള്. സന്തോഷമാണോ? With this introduction we will go to the message now. ഈ ഇൻട്രൊഡക്ഷനിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയാണ്.
പ്രസംഗം with this introduction, Ah, this is the introduction. ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. So with this introduction, we will go now. ആമേ, ഈ ഇൻട്രഡക്ഷനിൽ ഞങ്ങൾ വചനം ഷെയർ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. സന്തോഷമാണ്? എത്ര സന്തോഷം കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. Now, how the prophetic office will work. ആമേ, ആമേ, പ്രവാചകപരമായ എല്ലാ ഓഫീസുകളും തുറക്കാൻ പോവുകയാണ്. With this we'll close. അതുകൊണ്ട് നമ്മൾ നിർത്തും ഈ സെക്ഷൻ. So I never touched my notes. ആമേ, ആമേ, ഹല്ലേലൂയ. ഞാൻ വചന എൻ്റെ നോട്ട്സിൽ തൊട്ടിട്ടില്ല ഇതുവരെ. I am a person write books. ആമേ, ഞാൻ ബുക്കുകൾ എഴുതുന്നവനാണ്. Write daily devotions. ആമേ, ഡെയിലി ഡിവോഷൻ എഴുതുന്നവനാണ് ഞാൻ. I will go 3 days non-stop. ആമേ, ഞാൻ 3 ദിവസം ആമേ കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. आप रोते भी नहीं छोड़ते हैं. आप रो सकते हैं फिर भी हम नहीं छोड़ते ആമേ, आपको. കരഞ്ഞാലും വിടത്തില്ല നിങ്ങളെ. പ്രൈസ് ലോർഡ്. आप जाके खाना खा के आ सकते हैं. ആമേ, ആമേ, ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വന്നാലും ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മടുത്താലും കർത്താവിന്റെ ദാസൻ മടുക്കത്തില്ലെന്ന്. Do you know why? നിങ്ങൾക്കറിയാവോ Do you know why I കാരണം say that? എന്തുകൊണ്ടാ കാരണം എന്നറിയാവോ? Surely with this I will close. Romans 1:15-16. റോമൻസ് റോമക്കാർക്ക് 15 അധ്യായം അതിന്റെ 16. Gospel itself is the power. ആമേ, ദൈവവചനം തന്നെ ശക്തിയാണ്. It brings something. No. God's gospel itself is the power. ആമേ, ആമേ, ദൈവവചനം ശക്തിയാണ്. ദൈവം തന്നെ ശക്തിയാണ്. And keep your mind always victorious, okay? ആമേ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ആമേ വിജയത്തിന്റെ ചിന്തകളാൽ നിറയപ്പെടണം. Start calling things what you needed. ആമേ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നതോ അത് നിങ്ങൾ വിളിച്ചു വരുത്തുക. When we started our ministry, we started in a rented house. ആമേ, ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചർച്ചിന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഒരു വാടക വീട്ടിലാണ് തുടങ്ങിയത്. So, though I am a wealthy family, ഞാൻ ഒരു സാമ്പത്തിക കുടുംബത്തിൽ ജനിച്ച but വ്യക്തിയാണെങ്കിലും I left home empty. ആമേ, ഞാൻ ആ കുടുംബത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഇറങ്ങി. When I got saved, ആമേ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സാമ്പത്തികമായി എല്ലാം ഞാൻ ഉപേക്ഷിച്ചിറങ്ങി. a Brahmin priest told me about Jesus. ആമേ, ഒരു ബ്രാഹ്മണ സഹോദരൻ എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. പൂജാരി He told me about Jesus. ആ പൂജാരി എന്നോട് യേശുവിനെ കുറിച്ച് പറയാനിടയായി. I was a worst person those days. ആമേ, ആ സമയത്ത് ഞാനൊരു And മോശമായ ഒരു വ്യക്തിയായിരുന്നു. you can sit. നിങ്ങൾ ഇരുന്നാട്ടെ. Sorry to make you to stand here. Actually, I wanted to close, actually, Pastor. Surely. No, I'm telling surely. You stand here, we'll close. Yeah, because you said 1 o'clock. No problem. No, still we have that here. It will be like a crime then. Hallelujah. Only this testimony. ഒരു ടെസ്റ്റിമണി സാക്ഷ്യം പറയട്ടെ. I am a Hindu guy. ഞാൻ I was a Hindu guy. ആമേ, ഞാൻ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. A Gowda family. എനിക്കൊരു കുടുംബമുണ്ട്. ഗൗഡ ഫാമിലിയാണ്. ഞാൻ ഗൗഡ കുടുംബത്തിൽ ജനിച്ചവനാണ്. Good business. എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. Dealerships. ആമേ, ഡീലർഷിപ്പ് Asan City. ആസൻ സിറ്റിയിൽ ഞാൻ ഡീലർഷിപ്പ് ചെയ്യുന്ന Government ബിസിനസ് store supply. ആമേ, ഗവൺമെന്റിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു. And lot of business I used to do. ആമേ, എനിക്ക് ബിസിനസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ. जो भी उसमें नफा होता है करने का business. ആമേ, Whatever the it is income, I will do that business. ആമേ, എന്തെല്ലാം ഇൻകം വന്നോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ആ വരുമാനത്തിൽ നിന്ന് എത്ര വരുമാനം കിട്ടിയോ ആ വരുമാനത്തിൽ നിന്നെല്ലാം ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ഇഷ്ടം. But God called me like Elisha. ആമേ, പക്ഷേ ദൈവം എലീശയെ പോലെ എന്നെ വിളിക്കുവാനിടയായി. 28 years ago. എത്ര വർഷം? 28 20 വർഷം മുമ്പ് എലീശയെ പോലെ കർത്താവിനെ വിളിക്കുവാനിടയായി. 24 those days. ആ സമയത്ത് ഞാൻ 24 that വയസ്സായിരുന്നു. time. I'm not married. ആ സമയത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. Then I left everything, closed my business. I started the ministry. ആമേ, ഞാൻ ബിസിനസ് എല്ലാം നിർത്തിയിട്ട് കർത്താവിന്റെ വചനമായിട്ട് വേലയ്ക്ക് ഇറങ്ങി. Rented home. ഞാൻ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. We never told anyone we started the church. We never said anyone till today. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ചർച്ച് തുടങ്ങിയെന്നും ആരോടും പറഞ്ഞില്ല. Why I'm telling this? ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ Whatever you want, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ start calling. ആമേ, അത് നിങ്ങൾ പറയുക, വിളിക്കുക. I call 5 acres land here. ആമേ, ആമേ, I said something. ആമേ, കർത്താദാസൻ പറഞ്ഞു. I said I call 5 acres land to him. 5 ഏക്കർ 5 ഏക്കർ സ്ഥലം കർത്താദാസന് ഞാൻ കർത്താദാസന് വേണ്ടി വിളിച്ചു വരുത്തിയാണ്. 5 ഏക്കർ സ്ഥലം.
Amen. ठीक है interpretation ठीक है ना? Yeah, yeah, yeah. I said I call 5 acres land. I said. ആമേ കർത്താവിന്റെ ദാസന് വേണ്ടി 5 ഏക്കർ സ്ഥലം ഞാൻ വിളിച്ചു വരുത്തിയാണ്. Whatever you want, start calling. Okay. ആമേ നിങ്ങൾ എന്ത് പറയാ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് പേര് വിളിക്കുക യേശുവിന്റെ നാമത്തിൽ. We have no children for more than 5 years. ആമേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ഒരു പിള്ളേരുമില്ലായിരുന്നു. We said God will give. ആമേ ഞങ്ങൾ പറഞ്ഞു വിശ്വാസത്താൽ പറഞ്ഞു കർത്താവ് തരും. When DG's Dinakaran prayed, my daughter born. ആമേ DG's ദിനകരൻ എൻ്റെ മോക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എനിക്ക് മോളുണ്ടായി. Later he born. ആമേ അത് കഴിഞ്ഞിട്ട് ഒരു മോനും ഉണ്ടായി. She's into the final semester, but already she got a job. She is going for a job already. ആമേ പുള്ളി ഫൈനൽ സെമസ്റ്റർ ആണ്, പക്ഷേ ജോലിയും ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. And she's the pastor of our church in Bangalore. ആമേ മാത്രമല്ല ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചിലെ പാസ്റ്ററും കൂടിയാണ്. My daughter I'm talking. ആമേ ഡോക്ടർ മകളെ കുറിച്ചാണ് പറയുന്നത്. മകള് ജോലി ചെയ്യുന്നുണ്ട്, ആമേ പഠിക്കുന്നുണ്ട്, അതേസമയം ബാംഗ്ലൂരിൽ ഒരു ചർച്ചിലെ പാസ്റ്റർ. Ministry what we did better than us she will do. ആമേ ആമേ പുള്ളിക്കാരത്തി ഞങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും അധികമായി നല്ല ശുശ്രൂഷ ബാംഗ്ലൂർ ചെയ്യുന്നു. സ്തോത്രം. If she minister, you say you don't come next time, you will send her, you say. ഹല്ലേലൂയ. പുള്ളിക്കാരത്തെ ശുശ്രൂഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പറയും പാസ്റ്റർ വരണ്ട, പാസ്റ്റർ മകളെ ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറയും. Okay. We started that whatever we want, we started calling. ആമേ ഞങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം ഞങ്ങൾ Pastor, we വിളിച്ചു started വരുത്താൻ the തുടങ്ങി. rented home. Okay. Today in Hassan city, many places around city we have places. ആമേ ഹസൻ സിറ്റിയിൽ ഞങ്ങൾ ആദ്യം വാടക വീട്ടിലാണ് താമസിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് പല സ്ഥലങ്ങൾ ഹസൻ സിറ്റിയിലുണ്ട്. Not small places, no. ആമേ ഒരു സ്മോൾ ബേസ് അല്ല, No. സാധാരണമായ ഒരു ബേസ് അല്ല. Hallelujah. ഹല്ലേലൂയ. Okay, you need to build. You need 100 crore to build. ആമേ 100 കോടി വേണം അത് പണിയുവാൻ. We are working on the project now, the Deliverance Tabernacle. ആമേ അത് ഞങ്ങൾ ഒരു ബിൽഡിംഗ് പണിയുന്നു. വിടുതലിന്റെ Deliverance Deliverance Tabernacle. Tabernacle എന്ന പേരിൽ ഒരു വലിയ In പ്രോജക്റ്റ്. Kannada we call Bidugade Gudara. ആമേ ഡെലിവറൻസ് ടെബർനക്കിൾ വിടുതലിന്റെ സ്ഥലം എന്ന ഒരു Easily 10,000 people can accommodate easily. ആമേ 10,000 പേരെ ആമേ ഉൾക്കൊള്ളാൻ പറ്റത്തക്ക വിധത്തിൽ ഉള്ള We will ഒരു train ബിൽഡിംഗ് ഞങ്ങൾ train them. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We will train them like apostles. ആമേ അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. They will be like Jesus. ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Tarbeti. ട്രെയിൻ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. And we are working on one more project. ഞങ്ങൾ ഒരു പ്രൊജക്റ്റും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. Gospel be spread around India. ആമേ സുവിശേഷം ആമേ ഇന്ത്യയിൽ ആമേ വ്യാപരിക്കത്തക്ക വിധത്തിൽ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. Then every Friday, Saturday evening, എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരം 4 to 8 o'clock. 4 തൊട്ട് 8 മണി വരെ. It's happened yesterday. If it is possible, we will reach now. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് 4 തൊട്ട് 8 വരെ മീറ്റിംഗ് ഉണ്ട്. So 4 to 8. ആമേ 4 തൊട്ട് 8 വരെ. Usually easily 200-300 people come without advertisement. ആമേ ഒരു ആരോടും ഒന്നും പരസ്യപ്പെടുത്താതെ 200 മുതൽ 300 ആൾക്കാർ ആ മീറ്റിംഗിൽ കടന്നു വരുന്നുണ്ട്. And it is like upper room. ആമേ അത് ഒരു മാളിക മുറി പോലെയാണ്. Upper room, Acts of Apostles, upper room. മാളിക മുറി. The anointing is such a way. ആമേ അഭിഷേകം അതുപോലെ നടക്കുന്ന അവിടെ. When we have the deliverance tabernacle, ആമേ ഞങ്ങൾക്ക് ആ ഡെലിവറൻസ് ടെബർനക്കിൾ we ഉള്ളപ്പോൾ will call our pastor. ആമേ പാസ്റ്ററെ ഞങ്ങൾ വിളിച്ചു. He will come and minister. ആമേ കർത്താവിന്റെ ദാസനെ വിളിക്കും. You also come. ആമേ ഹല്ലേലൂയ. നിങ്ങളും വരണം. Whole Kerala will come. ഹോൾ കേരള ആമേ മുഴുവൻ കേരളം വരും. Not too far from here. ആമേ വലിയ ദൂരമില്ല ഇവിടുന്ന്. Just 200 kilometers. വെറും 200 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. Pastor said I will book a flight. I said before I reach the airport I can reach Taliseri by car. കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റ് വരാതെ ദേവസ്വം പറഞ്ഞു ഫ്ലൈറ്റ് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ എത്തിക്കോളും. He said I will book a flight. ആമേ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. And whatever you want, start call. Don't ask God, I want this. Maybe never be given mostly. ആമേ ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് തരണേ കിട്ടണേ എന്നല്ല പറയേണ്ടത്. Okay, क्या कर लोगे? नहीं दिया तो क्या कर लोगे? അത് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും?
Delhi na? എന്ത് ചെയ്യും? Delhi. ആമേൻ. നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? Like your child will come in your home, मुझे खाना दो, ऐसा बोलता है क्या? ആമേൻ. നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വിശന്ന് കഴിയുമ്പോൾ അയ്യോ ഭക്ഷണം തരണാണോ ചോദിക്കുന്നത്? കരഞ്ഞോണ്ടാണോ ചോദിക്കുന്നത്? Who will say that? Who will do that? ഏത് മക്കളാ ചോദിക്കുന്നത്? The child will come and eat everything. ആമേൻ. അല്ലെ കൊച്ചു വന്ന് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കും. It will never empty left for the mummy also. അല്ലല്ലേ മമ്മിക്ക് പോലും ഇല്ലാത്ത കൊച്ചെടുത്ത് കഴിക്കും. But mummy will be happy. പക്ഷെ മമ്മി സന്തോഷമായിരിക്കും. ശരിയാണോ? Enter the storehouse of God. ആമേൻ. Enter the storehouse of God. ആമേൻ. കർത്താവിന്റെ ഭണ്ഡാരത്തിലേക്ക് കേറി ചെല്ലുക. കർത്താവിന്റെ ഭണ്ഡാരത്തിൽ Say, I'm entering into the കർത്താവ് ഭണ്ഡാരത്തിൽ enter ചെയ്യാം. കർത്താവിന്റെ കല്ലറയിലേക്ക് ഞാൻ ചെല്ലുകയാന്ന് പറഞ്ഞ് എല്ലാം പറയാ ഞാൻ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ചെല്ലുകയാണ്. ആമേ. കർത്താവിന്റെ ഭണ്ഡാരത്തിലേക്ക് ഞാൻ ചെല്ലുകയാണ്. മലയാളത്തിൽ പറയാം. ആമേ. ഞാൻ കർത്താവിന്റെ ഭണ്ഡാരത്തിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. കല്ലറയും പറയത് കർത്താവിന്റെ കല്ലറയിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. I feel like over here. Okay, stand up. Stand up. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് തന്നെ. I feel like over. I have a message. ആമേൻ. എനിക്ക് But it will go 5 o'clock then if I open. No problem. Okay, we'll wind up. Okay, lift your hands now. I will give your hand to God. He will hold your hands. ആമേൻ. കർത്താവിലേക്ക് കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചു. He will lead you into the eternity. ആമേൻ. നിങ്ങളുടെ നിത്യജീവനിലേക്ക് വഴി നടത്തും. Money is okay, fine. മണി നല്ലതാണ്. Health also fine. ഹെൽത്ത് നല്ലതാണ്. Property is also fine. ആമേൻ. സാമ്പത്തിക കാര്യങ്ങൾ നല്ലതാണ്. But the eternity. പക്ഷേ നിത്യത. How many of you know what is eternity? ആമേൻ. എത്ര പേർക്ക് അറിയാം നിത്യത? How many of you know? Can you answer me? ആമേൻ. നിങ്ങൾക്ക് ഉത്തരം പറയാവോ? What is the meaning of eternity? നിത്യത എന്ന് വെച്ചാൽ എന്താണ്? Never ending. Wonderful. Amen. Amen. Looking at Jesus, the beautiful Jesus, looking at him always, that is eternity. ആമേൻ. എപ്പോഴും യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക, യേശുവിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുക, അതാണ് നിത്യത. When you go to heaven, ആമേൻ. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ you will look at Jesus. Amen. You will looking at Jesus for thousands of years. You will never turn your face. That's eternity. ആമേൻ. സ്വർഗ്ഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആമേൻ യുഗായുഗങ്ങൾ കർത്താവിന്റെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തെ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് വരത്തില്ല. That's eternity, okay? അതാണ് നിത്യത. When it is affected, when it started. അതെപ്പോഴാ സംഭവിക്കുന്നത്? start? അതെപ്പോഴാ സംഭവിക്കുന്നത്? സ്റ്റാർട്ട് തുടങ്ങുന്നത് When it will start. അത് എപ്പോഴാ After നിർത്തുന്നത്? go to heaven? അത് സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞോ? No. അല്ല. Very day you got saved. ആമേൻ. എന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ വീണ്ടും ജനനം പ്രാപിച്ചോ Hallelujah. അന്ന് മുതൽ The same moment you saved. എന്ന് നിങ്ങൾ ഏത് നിമിഷം നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ വീണ്ടും ജനനം പ്രാപിച്ചോ അന്ന് മുതൽ. Say I'm already in eternity. Say loudly. I'm already in eternity. ആമേൻ. ഞാൻ നിത്യതയിലാണ്. പറ, ഞാൻ നിത്യതയിലാണ്. ഹല്ലേലൂയ. Let me pray for you now. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Lift your hands now. കർത്താവിനോട് പ്രാർത്ഥിച്ചോട്ടെ. You no need to talk anything now. നിങ്ങളൊന്നും സംസാരിക്കണം. Your chance is over now. നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി. Now I will pray അവസരം for you. നഷ്ടപ്പെട്ടു. ഇനി ഞാൻ Just I will pray for you now. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. I want each and everyone, this body of Christ, the members of body of Christ should be on the rise like Christ, exactly Christ image. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരും ദൈവസഭയിൽ ഓരോ വിശ്വാസികളും യേശുവിനെ പോലെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. God wants you to function exactly like him. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവം യേശു എങ്ങനെ പ്രവർത്തിച്ചോ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങളും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. Christian means ആമേൻ. ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ little Christ. ആമേൻ. Christian meaning is little Christ. ആമേൻ. ആമേൻ. ചെറിയ ആമേൻ. ചെറിയ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ചെറിയ യേശുവാണ്. What is the meaning of Christian? ആമേൻ. ആമേൻ. ക്രിസ്ത്യാനിയുടെ മീനിങ് എന്താണ്? You are a little Christ. നിങ്ങൾ ചെറിയ യേശുവാണ്. Hallelujah. ഹല്ലേലൂയ. Let me pray for you now. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Already many things God has filled you. ആമേൻ. പല നന്മകളാലും കർത്താവ് ഇവരെ നിറച്ചു. I want you all to lift your both hands now. ആമേൻ. നിങ്ങളുടെ രണ്ട് You don't need to say anything.
നിങ്ങളൊന്നും മിണ്ടണ്ട. Your chance is over now. നിങ്ങളുടെ അവസരങ്ങൾ Just തീർന്നു കഴിഞ്ഞു. silent, just silent. ജസ്റ്റ് Close your eyes now. കണ്ണുകളടക്കി ശാന്തതയോടെ You ഇരിക്കുക. just silent because all or me, all things which God, man of God has spoken, it is belongs to me. Say now. ആമേൻ. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കുള്ളതാണ് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. It is already started in me. Say. ആമേൻ. ഓൾറെഡി അത് ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. Visa is coming. ആമേൻ. വീസ വന്നുകൊണ്ടിരിക്കുകയാണ്. The breakthrough is on your way. ആമേൻ. ബ്രേക്ക് ത്രൂ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. What the Holy Spirit is prompting me, that's only I am telling you. ആമേൻ. എന്തെല്ലാം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് അത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. Thank you. Thank you, Jesus. God is choosing his people here. ആമേൻ. കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും തൊടുകയാണ്. Like Samuel. ആമേൻ. ശമൂവേലിനെ പോലെ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. Like Elijah. ശമൂവേലിനെ പോലെ ആമേൻ. എലീശയെ പോലെ നിങ്ങൾ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. Like apostle, God said to those fishermen, from today, from this moment onwards, you will be a fishers of men. ആമേൻ. ഹല്ലേലൂയ. യേശു പൗലോസ് അപ്പോസ്തലൻ ശിഷ്യന്മാരോട് പറഞ്ഞോളെ ഇന്ന് മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. That's what going to happen through you now. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. How you will work in the prophetic office like Elijah. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നു ആമേൻ എലീശയെ പോലെ പ്രവാചകന്റെ ആമേൻ ഓഫീസർ. Elisha started speaking. ആമേൻ. എലീശ സംസാരിക്കാൻ തുടങ്ങി. What he said? അവൻ എന്താ പറഞ്ഞത്? Take that small cup of oil. ആമേൻ. ചെറിയ കപ്പിൽ എണ്ണ എടുക്ക്. Put into the empty vessels how much you can bring. ആമേൻ. കുപ്പിയിലെ എണ്ണ എടുത്തിട്ട് എത്രത്തോളം നിങ്ങൾ കുടം മേടിച്ചു വെക്കുക അതിനകത്ത് ഒഴിക്കുക. She started pouring that oil till she became a distributor. ആമേൻ. ഹല്ലേലൂയ. ആ എണ്ണ എടുത്ത് എത്രത്തോളം കുടം ഉണ്ടായിരുന്നു അതിനകത്ത് അത്രത്തോളം ഒഴിക്കാൻ തുടങ്ങി. എപ്പോഴാ നിന്ന് കുടം എടുത്ത് ആമേൻ മേടിച്ച് നിന്നപ്പോൾ എണ്ണ ഒഴിക്കി നിൽക്കുവാനിടയായി. That's what going to do you. അതാണ് കർത്താവ് നിങ്ങളെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. You are going to do that through. നിങ്ങൾ ആമേൻ നിങ്ങളെ കൂടെ അത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. 2 Kings chapter 7. രണ്ട് രാജാക്കന്മാർ 7-ാം അധ്യായത്തിൽ Elisha prophesied. എലീശ പ്രവചിച്ചു. Exactly happened next day. ആമേൻ. അടുത്ത ദിവസം അങ്ങനെ തന്നെ സംഭവിച്ചു. ആമേൻ. Right now the Holy Spirit is telling here. ആമേൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു. Remember this time, tomorrow by this time. ആമേൻ. നാളെ ആമേൻ ഇങ്ങനെ പറയുക. ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും നാളെ ഈ സമയത്ത് Whatever you wish and whatever you desire, come here, all things shall be fulfilled. ആമേൻ. നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. Things will be in your favor. ആമേൻ. സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുകയാണ്. I no need to touch you here. ആമേൻ. ഞാൻ നിങ്ങളെ തൊടേണ്ട കാര്യമില്ല. Keep your right hand on your head. ആമേൻ. നിങ്ങളുടെ വലത് കൈ ആമേൻ തലയിലോട്ട് വെച്ചാട്ടെ. Say, this is the God's hand upon me. ആമേൻ. This is God's time. ഇത് ദൈവത്തിന്റെ സഭയുമാണ് എനിക്കുള്ളത്. Say, this is the hand of the God upon me. ആമേൻ. ദൈവത്തിന്റെ കൈയാണ് എൻ്റെ മേലുള്ളത്. From this moment onwards, ആമേൻ. ഈ നിമിഷം മുതൽ he will take your own hand. ആമേൻ. നിന്റെ കരം എൻ്റെ And his hand will be upon you. ആമേൻ. നിന്റെ കരം ഞാൻ എടുക്കുന്നു. നിന്റെ കരം And എന്നോട് he will കൂടിയിരിക്കും. lead you in always in triumph. ആമേൻ. നിന്റെ കരം എന്നെ ജയത്തിലേക്ക് വഴി നടത്തും. Amen. ആമേൻ. Say, give a big hand of applause and give a amen. ആമേൻ. Big amen. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Shout now. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. ആമേൻ. ആമേൻ. Shout hallelujah. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. Robakaraba shamamama. Oh, we give you all the glory, Daddy. Thank you for the healing. ആമേൻ. സൗഖ്യത്തിനായി Thank you for the സ്തോത്രം. deliverance. കർത്താവേ വിടുതലിനായി സ്തോത്രം. Thank you for setting your children free. ആമേൻ. കർത്താവേ നിങ്ങളുടെ ജനത്തിന് കൊടുത്ത വിടുതലിനായി Thank you സ്തോത്രം. for empowering them, Daddy. ആമേൻ. കർത്താവേ നിങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. Thank you for restoring them. ആമേൻ. കർത്താവേ നീ യഥാസ്ഥാനപ്പെടുത്തിയതിനായി സ്തോത്രം. Let your face shine upon them from ആമേൻ. this moment കർത്താവേ forward. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ മുഖം പ്രകാശിക്കട്ടെ കർത്താവേ. You will shake the Delhi. ആമേൻ. ആമേൻ. Delhi ko hilayenge. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദില്ലിയെ ഏളക്കം കർത്താന്റെ ദാസൻ. Badarpur. ആമേൻ. Barakalaba shabarakalaba. Rendo makaralaba shabara. God will use him in Delhi. ആമേൻ. കർത്താവിന്റെ ദാസനെ കർത്താവ് ഡൽഹിയിൽ ഉപയോഗിക്കും. Your name will shine in Delhi. ആമേൻ. നിങ്ങളുടെ പേര് ആമേൻ ഷൈൻ ചെയ്യാൻ പോവാണ് ഡൽഹിയിൽ. Many places you will be a pioneer. ആമേൻ. പല സ്ഥലങ്ങളും പല സ്ഥാപനങ്ങളും God has സ്ഥാപിക്കപ്പെടും. sent you with a mission
vision to North India. ആമേ ഏത് ദർശനത്തോടെ വിട്ടോ ആ ദർശനത്തോടെ കർത്താവ് മുന്നോട്ട് നയിക്കാൻ പോവുക. You are a good man, നീ നല്ല ദൈവദാസനാണ്. like Philip. ആമേ ഫിലിപ്പിനെ പോലെ നല്ലൊരു ദൈവദാസനാണ്. Acts chapter 8. ചാപ്റ്റർ ആമേ അപ്പോസ്തലപ്രവൃത്തി 8 പോലെ ആമേ 8 പറയുന്ന ഫിലിപ്പോസിനെ Like പോലെ നീ ഫിലിപ്പോസാണ്. Like Elisha in Old Testament, like Philip in New Testament. ആമേ ആലെ എലീശ പഴയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ ആമേ ഫിലിപ്പോസിനെ പോലെ നീ ഒരു ഫിലിപ്പോസാണ് ഡൽഹിയിൽ. And you faced the bitterness of finance, but this moment forward, the heavenly treasury is opening now. ആമേ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഈ നിമിഷമുണ്ട്. എന്നാൽ ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പൊട്ടിക്കുകയാണ്. Lift your both. Everybody lift your hands now. എല്ലാവരും Start കാര്യങ്ങൾ praising God. Start praising God. Baba, start praising God. Dumarakala. Okay. ഷതേലി ലബാനിയ. Before we go, look at me. How many of you got healed here? How many of you got free? Lift your hands now. എത്ര പേർക്ക് ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനയിൽ? And how many of you free here? ആരെങ്കിലും കൈ ഉയർത്തി നിങ്ങൾക്ക് അങ്ങനെ വല്ല സാക്ഷ്യങ്ങളുമുണ്ടോ? You can praise from there only. Hallelujah. അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദാസൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഷതേനിയ. ജീസസ്. ഷതാബറകാമനകസിയതിയ. എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു പുതിയ തുടക്കമാണ്. കസേരകളെല്ലാം മാറ്റി ക്യാമറയൊക്കെ ഓഫ് ചെയ്തേ പ്ലീസ് എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നേ. നമ്മൾ ഒരുമിച്ച് പാസ്റ്റർ നമ്മൾ ഒരുമിച്ച് കൈവെക്കാൻ പോവാ. ഷതാമാന. ക്യാമറയൊക്കെ മാറ്റി വിജേഷ് പറയാം. ക്യാമറയൊക്കെ മാറ്റി നമ്മൾ ഒരുമിച്ച് കൈവെക്കാൻ പോവാ. ജീസസ് റഖാല ഷതേനിയ. എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നേ. ആരും ഒഴിഞ്ഞു പോകണ്ട. മക്കളെ ഫോട്ടോ എടുക്കുന്ന ആളൊക്കെ പിറകുന്ന ഫോട്ടോ എടുത്താൽ മതി. ക്യാമറയൊക്കെ മാറ്റി. ഒന്നും വേണ്ട ഇന്നൊന്നും വേണ്ട. ഇത് ക്രമം തെറ്റുന്ന അഭിഷേകത്തിൻ്റെ സീസണാണ്. ക്രമം തെറ്റുന്ന അഭിഷേകം. പാസ്റ്റർ ക്യാൻ യു ട്രാൻസ്ലേറ്റ്? നോ, ഈവൻ പാസ്റ്റർ ഓൾസോ വിൽ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നോ യു ആർ ഗോയിങ്. ക്രമം തെറ്റുന്ന അഭിഷേകം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? വർഗീസ് ബ്രദറെ ഫ്രണ്ടിലേക്ക് വന്നേ. മോളെ ഫ്രണ്ടിലേക്ക് വന്നേ. വേഗത്തിൽ പോകേണ്ട ആൾക്കാരാ. ക്രമം തെറ്റുന്ന അഭിഷേകം പറഞ്ഞേ. നമുക്ക് കണ്ടുപിടിക്കാനോ നമുക്ക് anointing that break the order. കെട്ടിക്കിടക്കുന്നതെല്ലാം ഞാൻ പൊളിക്കാൻ പോവാ. ഡാം പോലെ കെട്ടിയതെല്ലാം ഞാൻ പൊളിക്കാൻ പോവാ. യേശുവിൻ നാമത്തിൽ